Good morning. Good morning. Morning. Good morning, ma'am. Morning. നിങ്ങൾക്ക് ഇപ്പൊ Good ശരിക്കും morning, ma'am. ഈ അവർ ശരിക്കും ആരാണ്? മൺഡേ ഫസ്റ്റ് Job, അവർ. sir. Job sir ആണ്. ഓക്കെ. Good morning, ma'am. മോർണിംഗ്. ടൈംടേബിളിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ, ഇന്നത്തേക്ക് മാത്രമേ ഉള്ളൂ. കുട്ടികളൊക്കെ സ്കൂളിൽ പോയോ? പോയി മാം പോയി. ഓക്കെ, രാവിലത്തെ ഇവിടെ സ്കൂള് തുറന്നില്ല മാം, വെള്ളപ്പൊക്കം ആയതുകൊണ്ട് വീണ്ടും നീട്ടി വെച്ചു. അതെ. എവിടെ സ്ഥലം? എവിടെ? ആലപ്പുഴയിലെ ചെന്നിത്തല. ചെന്നിത്തല. ചില സ്കൂളുകൾ ശരിക്കും CBSE പുറത്തിനെ തുടങ്ങണെന്ന് പറഞ്ഞു, പക്ഷെ ഇന്ന് ഓപ്പൺ ആക്കി. രാവിലെ ഒന്നും മഴ ഉണ്ടായില്ല, ഇപ്പൊ നല്ല ഇടിവെട്ടും മഴയാ. രാവിലെ ഒക്കെ നല്ല വെയിലായിരുന്നു. ഇവിടെ മോക്ക് ഓപ്പൺ ആക്കില്ല, മോക്ക് 4-ാം തീയതി ഉള്ളു. ചിലപ്പോ അപർണ മിസ് ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ ക്ലാസ്. കുറച്ച് സമയം വരെ ചിലപ്പോൾ ടീച്ചർ ഉണ്ടാവുള്ളൂ. ഓക്കെ. നമുക്കൊന്ന് ജസ്റ്റ് പ്രയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തൊന്ന് തുടങ്ങി വെക്കാം ക്ലാസ്. പ്രയർ ആരാണ്? പ്രയർ അരുല. മാം പ്രയർ പാടാം. നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? കേൾക്കുന്നില്ല കേട്ടോ. അഖില പാടാമോ? പ്രയർ പാടാമോ? പാടാം മിസ്സേ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ. യെസ് മാം കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കാം. നിങ്ങൾ ഇങ്ങോട്ട് പറയണൊന്നും കേൾക്കണില്ല കേട്ടോ. ഹലോ, ഞാൻ അങ്ങനെ പറയുന്നത് കേൾക്കാമോ? മിസ് പറയുന്നത് കേൾക്കാം. ഞാൻ ചൊല്ലട്ടെ മിസ്സേ പ്രയർ? നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒന്നും ക്ലിയർ ആവുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട്. യെസ്, പ്രയർ ചൊല്ലിക്കോളൂ കേട്ടോ. ഓക്കെ. അഖില മിസ്സേ പറഞ്ഞു. പാടിക്കോളൂ. എങ്ങും എങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മീടയും തുല്യമാക്കിയിടും ശക്തിയും നീയല്ലോ. കൃഷ്ണനിൽ കണ്ട ഭക്തവാത്സല്യവും ബുദ്ധദേവന്റെ കാരുണ്യശീലവും ക്രിസ്തുവിൻ ത്യാഗബുദ്ധിയും സ്നേഹവും ഗാന്ധിജി തന്നഹിംസയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എന്നോട് കയ്യിലും നന്മയായി നീ വിളങ്ങിയിടണമേ. എങ്ങും എങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടരാതിരിക്കുവാൻ
എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. Morning. Yes. Thought of the day. Ma'am, thought of the day. Great. One small thought in the morning can change your whole day. Let's think about it. Success is vehicle which moves on wheel called hard work. But the journey is impossible without fuel called self-confidence. Be positive, be confident. Have a good day. Thank you, ma'am. Okay, thank you. Signing. ആരാണ് സൈൻ ഇൻ ചെയ്യുന്നത്? ഞാൻ ചെയ്യാം മാം. First of all, good morning ma'am. Good morning all. Here I am doing a small action song for you. Are you happy and you know it? Clap your hands. Are you happy and you know it? Clap your hands. Are you happy and you know it and you really want to show it? Are you happy and you know it? Clap your hands. Are you happy and you know it? Stomp your feet. Are you happy and you know it? Stomp your feet. Are you happy and you know it and you really want to show it? Are you happy and you know it? Stomp your feet. Are you happy and you know it? Say good morning. Are you happy and you know it? Say good morning. Are you happy and you know it and you really want to show it? Are you happy and you know it? Say good morning. Good morning all and welcome ma'am. Thank you. ഗുഡ് മോർണിംഗ്. അമൃത ഇനി ആക്ഷൻ സോങ് ചെയ്യുമ്പോ ക്യാമറ ഓൺ ചെയ്യണം കേട്ടോ. ഓക്കെ മാം, ഇന്നൊട്ടും പ്രിപ്പയർഡ് അല്ല, ആരും ചെയ്യാനില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചെയ്തതാണ്. എനിക്ക് തോന്നി. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ. വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? സുഖമാണ് മാം. Yes ma'am. ഈ ക്ലാസ്സിൽ കയറുമ്പോ കുറെ ദിവസങ്ങൾ എത്തി കയറുന്ന പോലെ തോന്നി. എപ്പോഴും അതെ. ചൂസ് ഒരു പീരീഡേ ഉള്ളൂ അല്ലേ നമുക്ക്? ദിവസങ്ങൾ കാണാതിരിക്കുന്ന പോലെ തോന്നും. ഓക്കെ, അപ്പൊ ചാപ്റ്റേഴ്സ് എവിടെ വെച്ചിട്ടുണ്ട്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അത് കഴിഞ്ഞു തോന്നുന്നു. ഹലോ, ഡെവലപ്മെന്റിന് നോട്ട്സ് കിട്ടിയിരുന്നോ? ഇല്ല മാം, നോട്ട്സ് കിട്ടിയില്ല. എന്റെ ഇതും കിട്ടിയില്ല, മോക്ക് ടെസ്റ്റും കിട്ടിയില്ല. പിന്നെ നിങ്ങൾക്ക് ബാക്കി ടീച്ചേഴ്സ് പാർട്ട് 2 എവിടെ വരെ എടുത്തിട്ടുള്ളതെന്ന് പറയാമോ? ഇനി ഇൻഡിവിജ്വൽ ഡിഫറൻസും എഡ്യൂക്കേഷണൽ സൈക്കോളജിയും ഉള്ള എടുക്കാൻ. ബാക്കി എല്ലാം എടുത്തു. ബാക്കി എല്ലാം എടുത്തോ? യൂണിറ്റ് സൈക്കോളജി ഒക്കെ എടുത്തോ? സൈക്കോളജി മാം കഴിഞ്ഞ ക്ലാസ് തുടങ്ങി വെച്ചത് മാം ആയിരുന്നോ? ഇൻട്രൊഡക്ഷൻ മാത്രമല്ലേ? ഇൻട്രൊഡക്ഷൻ. ഇൻഡിവിജ്വൽ ഡിഫറൻസും എഡ്യൂക്കേഷൻ സൈക്കോളജി അല്ലേ? സൈക്കോളജി എവിടെ വരെ പറഞ്ഞു? പറഞ്ഞില്ല, തുടങ്ങി വെച്ചേ ഉള്ളൂ. എടുക്കാം. മാം, നമുക്ക് എക്സാം ഒക്കെ ഏകദേശം ഏത് ടൈമിലാണ് വരുക? എക്സാം പറയാം. ചാപ്റ്റർ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല മാം. ഇല്ല മാം. എക്സാം നിങ്ങള് ക്ലാസ് എന്നാ തുടങ്ങിയത്?
ഡിസംബർ ഡിസംബർ 13 ലാസ്റ്റ് ജനുവരി 1 ഒക്കെ ആയിട്ട് ഓൾമോസ്റ്റ് റെഗുലർ ക്ലാസ് തുടങ്ങും. എന്താണ് മാം ലാസ്റ്റ് ഡിസംബർ 2000 നമ്മള് ശരിക്കും ഇതൊരു 9 monthsനുള്ളിൽ ഏകദേശം പോർഷൻസ് തീരും. അതിനു മുമ്പ് തീരും ചിലപ്പോ. എനിക്ക് വേഗം ചെയ്യാം. ഒക്ടോബർ ആകുമ്പോ ഉണ്ടാവില്ല മാം? ഒക്ടോബറിലുണ്ടാവും. ഓക്കെ. മാം ഈ പി ജിയുടെ എന്താ അവസ്ഥ? ഇനി 2 ടെക്സ്റ്റ് ഇരിപ്പുണ്ട് പൊടി തട്ടാത്തെ, കാണുമ്പോ പേടിയാവുന്നു. എന്തോ പി ജി 2 ടെക്സ്റ്റ് ഇനിയുണ്ട്, ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നു. തിരിച്ചെടുക്കാൻ വല്ല വഴിയുണ്ടോ? ഏത് ടെക്സ്റ്റ് ആണ്? പ്രാക്ടിക്കലാണോ? ഇംഗ്ലീഷും ഉണ്ട്, പിന്നെ വേറെ ഒരു ടെക്സ്റ്റ് ഉണ്ട്. അത് ഫ്രഷ് ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട് മാം. പ്രാക്ടിക്കലിന്റെ ടെസ്റ്റ് ഒക്കെ കണ്ടോ? അത് വേറെ ഉണ്ടാ? അത് PG എടുത്തവർക്കുള്ളതാ. PG മോണ്ടിസോറി അവരുടെ. ടെക്സ്റ്റ് കണ്ട് പേടിച്ചപ്പോ ടെക്സ്റ്റില് പഠിച്ചു തുടങ്ങുമ്പോ പേടിക്കുമല്ലോ. അപ്പോ തീർച്ചയായും. പേടിക്കാനൊന്നുമില്ല. മാം യൂണിറ്റ് 6 എടുത്തതാ. കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തതാ. ഇല്ല. ആര്യ ഈസ് എവിടെയാ ആര്യ? എന്നോട് പറഞ്ഞു നിങ്ങൾ ഞാൻ തുടങ്ങിയെന്ന്. എടുത്തിട്ടില്ല മാം. അന്ന് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഞങ്ങൾ ഒരു ആക്ടിവിറ്റി ചെയ്തില്ലായിരുന്നു മാം, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വേറെ എടുത്തിട്ടില്ല. ഇത് എടുക്കില്ല, ഇത് ഞാൻ മാത്രം എടുക്കുള്ളൂ. ഞാനാണ് സൈക്കോളജി എടുക്കുന്നത്. അതാ മാം തുടങ്ങി വെച്ചതേ ഉള്ളായിരുന്നു, എന്തോ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. ഇടയ്ക്ക് വെച്ച് അപർണ മിസ് വരെയാണെങ്കിൽ കേറോട്ടോ ടീച്ചർ. ടീച്ചർ മോളുടെ സ്കൂളിൽ നിന്ന് ഓപ്പണിംഗ് അല്ലേ, അപ്പൊ അങ്ങോട്ട് പോയപ്പോ ഇറങ്ങാൻ ലേറ്റ് ആവുമെന്ന് പറയുന്നുണ്ട്. പ്രോഗ്രാംസ് കഴിഞ്ഞിട്ടില്ല. അപർണ മിസ്സിന് 2 കുഞ്ഞു കുട്ടികളുണ്ട്, ഒരു മോനും ഒരു മോളും. ഇന്ന് LKG-ലോട്ടായിട്ടുള്ളൂ. സോറി മാം, അറിയില്ലായിരുന്നു. ഞാൻ എടുത്തെന്നാ വിചാരിച്ചെ. കുഴപ്പമില്ല. എനിക്കറിയാലോ നിങ്ങൾ എടുത്തിട്ടില്ല. അല്ല, എനിക്ക് തോന്നിപ്പോ അത് എടുത്തെന്ന് എന്റെ മനസ്സിൽ വിചാരിച്ചത്. അതാ ഞാൻ പറഞ്ഞത്. സോറി മാം. ആര്യക്ക് ഒരു ആഗ്രഹം മാം, വേഗം പോഷൻ തീർന്ന വേഗം ഇവിടെ നിന്ന് ഇറങ്ങാൻ. അതായിരിക്കും. അല്ല മാം, അങ്ങനെയല്ല മേഘന പറഞ്ഞത്. മേഘനെ ഓക്കെ, അപ്പൊ സൈക്കോളജി ജോബ് സാറിന് ഇപ്പൊ വേണോ? സാറ് ആക്സിഡന്റ് ആയിട്ട് വേറൊരു ക്ലാസ്സിൽ കയറി. ഞാൻ ഇതിലെ പോയപ്പോ ഒന്ന് കയറിയതാണ്. റിഞ്ചാ ലിസ്റ്റ് ഇല്ലാത്തോണ്ട് കയറിയതാണ്, അല്ലെങ്കിൽ നാളെ വരുള്ളായിരുന്നു. എവിടെ വരെ പറഞ്ഞു? ഫസ്റ്റ് പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്തോ? ഇല്ല മാം, അതൊന്നും കൂടെ പറഞ്ഞോ മാം. ഒന്നും മനസ്സിലായില്ല. The word psychology comes from the Greek word. Word psych means soul and logos means science. That's the meaning of psychology, is the science of soul. Okay, അപ്പൊ സൈക്കോളജി എന്ന് പറഞ്ഞൊരു വേർഡ് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? Greek word. ഗ്രീക്ക് വേർഡ് ആണ്. ഗ്രീക്ക് വേർഡായ 2 പദങ്ങൾ, അതായത് സൈക്ക് ആൻഡ് ലോഗോസ്. സൈക്ക് മീൻസ് സോൾ, ആത്മാവ്. സൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവ്. then ലോഗോസ് മീൻസ് സയൻസ് അഥവാ ശാസ്ത്രം. അപ്പൊ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൈക്കോളജി മനഃശാസ്ത്രം. മനഃശാസ്ത്രം. യെസ്, സൈക്കോളജി ഇസ് ദ സയൻസ് ഓഫ് സോൾ എന്നാണ് പറയുന്നത് അല്ലെ, മനസ്സിന്റെ ശാസ്ത്രമാണ്. അതാണ് നമ്മള് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും സൈക്കോളജി? ഇല്ല മാം. ഇല്ല, നന്നായി. സോഷ്യോളജിയിൽ ഇത്തിരി പഠിച്ചിട്ടുണ്ട്. സോഷ്യോളജി ഇത്തിരി പഠിക്കാറുണ്ട്. സൈക്കോളജി, സോഷ്യോളജിയിലെ ചെറിയൊരു ഭാഗം എന്താണെന്നുള്ളത് ഉണ്ടാവും അല്ലെ? ഓക്കെ,
നമുക്ക് നോക്കാം. Modern theories and practice of education has been influenced by psychology. Psychology, like several other branches of knowledge, have a history of recent developments. At present, it's a wing of knowledge which is fast developing. In fact, modern psychology has its development from the second half of the 19th century. Now it has different wings and many researches and creations are still being in process. Okay. സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം യഥാർത്ഥത്തിൽ ഇത് എന്തിനെ കുറിച്ചിട്ടുള്ള പഠനം. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയാം കേട്ടോ. എന്തിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്? നിങ്ങൾ പറഞ്ഞു മനസ്സിന്റെ ശാസ്ത്രമാണ് എന്നൊക്കെ പറഞ്ഞു അല്ലെ. എന്താണ് ഈ മനസ്സിന്റെ ശാസ്ത്രം? മനസ്സിന് അങ്ങനെ ഒരു ശാസ്ത്രം ഉണ്ടോ നമുക്ക്? ഉണ്ടോ? ഓരോ മനുഷ്യന്റെ മാനസികമായിട്ടുള്ള ചിന്തകളും വളർച്ചകളും എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും മനസ്സിനൊരു ശാസ്ത്രമുണ്ട്. ഉണ്ട്, വ്യത്യസ്തമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും എനിക്ക് ചെറിയ ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, സമ്മതിക്കുന്നു. ഇനി അല്ലാത്ത രീതിയിൽ മാനസികമായിട്ട് നമുക്ക് എന്തൊക്കെ വ്യത്യസ്തങ്ങളാണ് ഉള്ളത്? മാം ഒരു കാര്യം ചോദിക്കട്ടെ. ആ, നമ്മൾ ചില ആൾക്കാർ പറയും അതിലൊരു സൈക്കോയാണ് എന്ന്. എന്താ മിസ് അങ്ങനെ പറയുന്നത്? നമ്മൾ സൈക്കോ ആണെന്നോ? അങ്ങനെ ആരാ പറഞ്ഞത്? എന്താ അങ്ങനെ പറയുന്നത്? ഞാനല്ല പൊതുവേ നമ്മൾ പറയില്ലേ അതിന് എന്തോ ഒരു സൈക്കോയാണ്, എന്തോ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോ അവരുടെ മാനസിക തലം വ്യത്യസ്തമായിരിക്കും. അതായത് അവൻ കുറച്ചുകൂടി ചിലപ്പോ ബുദ്ധിയുള്ളവരെ നമ്മൾ സൈക്കോ എന്ന് വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? അവര് ശരിക്കും പറഞ്ഞാല് നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാല്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ മനസ്സിനെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. മനസ്സിന് രൂപം ഭാവം ഒക്കെ ഉണ്ടോ? ഇല്ല. ഇല്ലേ? അപ്പൊ നമ്മൾ ആരാണ് പിന്നെ? രൂപം ഭാവമൊക്കെ നമ്മളെ രൂപം മാറൂലേ മാം? റീജയുടെ മനസ്സാണ് റീജ, ഐശ്വര്യയുടെ മനസ്സാണ് ഐശ്വര്യ. ഇതാണ് നമ്മുടെ റെപ്രസെന്റേറ്റീവ് കൊടുത്തിരിക്കുന്ന ഒരു പേര് മാത്രമാണത്. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഫുള്ളി ഈ കംപ്ലീറ്റ്ലി നമ്മൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് ആ ഒരാളാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. പക്ഷെ നമുക്കിതിനെ കാണാൻ പറ്റുമോ? ഇല്ല മാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അപ്പൊ നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? എന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ കാണിക്കുന്നതൊക്കെ ഇതാരാ കാണിക്കുന്നത്? ഇതാര് പറഞ്ഞിട്ടാണ് ഞാൻ കാണിക്കുന്നത്? മനസ്സ്. എന്റെ മനസ്സ് പറഞ്ഞിട്ടല്ലേ? അപ്പൊ നമ്മൾ പ്രവർത്തനങ്ങൾ കാണാൻ പറ്റില്ലേ? മനസ്സിന്റെ പ്രവർത്തനങ്ങൾ. മനസ്സിന്റെ പ്രവർത്തനമല്ലേ കാണുള്ളൂ, മനസ്സ് കാണില്ലല്ലോ. യെസ്. അപ്പൊ എന്താണ്? മനസ്സിനെ നമുക്ക് കാണാം, കേൾക്കാം, അതിന്റെ ഫീൽ ചെയ്യാം, അതിന്റെ കണ്ട് മനസ്സിലാക്കാം, അതിന്റെ എന്താണ് മൂവ്മെന്റ്സ് അറിയാം, ഇതെല്ലാം കാണാൻ പറ്റും. ഓക്കെ, അത് നമ്മൾക്ക് ചോദിക്കട്ടെ. സോറി മാം, അപ്പൊ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ അപ്പൊ നമ്മളില്ലേ ഒരാളിപ്പോ വീണിട്ട് കോമയില് കിടക്കാന്ന് വിചാരിച്ചോ? അങ്ങനെയല്ല. പക്ഷെ അയാൾ ഫുൾ പാരഡൈസ്ഡ് ആണ്, അയാൾക്ക് ബോഡി ഒന്നും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അയാൾക്ക് മനസ്സില് അയാളെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടാവില്ലേ? അപ്പം അയാളെ മനസ്സ് നമുക്ക് കാണാൻ പറ്റില്ല എന്നാണോ? ഇപ്പൊ മൂവിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. ബട്ട് ആ സംഭവം ഉണ്ടല്ലോ. വെരി ഗുഡ്. അതായത് കോമയിൽ, അതായത് അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന ടൈമില് അയാളുടെ വികാരങ്ങൾ കാണാൻ പറ്റുന്നില്ല എന്നാണോ പറയുന്നത് റീച്ച? അങ്ങനെയില്ല, അയാളുടെ വികാരങ്ങൾക്ക് അയാൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ മനസ്സ് ഉണ്ടാവൂലേ? മനസ്സ് അവിടെ ഉണ്ടാവുമല്ലോ. സംഭവം അവിടെ ഉണ്ടാവും. പക്ഷെ നമുക്ക് പറയാലോ അൺകോൺഷ്യസ് ആയിട്ടിരിക്കുന്ന സമയത്ത് എന്താണ് ഉള്ളില് വികാരങ്ങൾ നടക്കുന്ന ബോഡി മൊത്തത്തിൽ തളർന്നു കിടക്കില്ല. അങ്ങനെ ഒരു സമയത്ത് നമുക്ക് എന്താണ് മനസ്സിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ബോഡിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അല്ലാത്ത പക്ഷം ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ബോഡി ആണെങ്കിൽ എന്താണ് ഇതേപോലെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാത്ത പക്ഷം മനസ്സിന്റെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, ഒരിക്കലും ഇല്ലാന്നല്ല. നമ്മള് അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ കോമാ സ്റ്റേജിലുള്ള പേഷ്യൻസിന് നമ്മളുടെ അവിടെ എന്താ പറയാ യൂറോ ടെസ്റ്റുകളൊക്കെ ചെയ്യാറില്ല. എല്ലാ ടെസ്റ്റിന്റെ പേരെന്താണ്? EEG ചെയ്യാന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ EEG. ഹാർട്ടിന്റെ കാർഡിയോ. EEG നമ്മുടെ എന്താ പറയാ പേര് മുമ്പത്തുണ്ട്, കിട്ടുന്നില്ല. നമ്മുടെ ന്യൂറോ സയൻസിലുള്ള നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും. അതെല്ലാം ഇതിന് കണക്ട് ചെയ്തിട്ടുണ്ടാവും.
ബ്രെയിനിൽ കംപ്ലീറ്റ് കണക്ട് ചെയ്തിട്ട് അയാളുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും. അതായത് ആള് അൺകോൺഷ്യസ് ആണ്, പക്ഷെ ആൾക്ക് എന്തൊക്കെ തരംഗങ്ങൾ നടക്കുന്നത്, അപ്പൊ അയാളുടെ വൈറ്റൽ സൈൻസ് ഒക്കെ നമുക്ക് ആ മോണിറ്ററിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ആളുടെ ബോഡി പ്രവർത്തിക്കുന്നില്ല, പക്ഷെ ആൾ എന്തൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ കേൾക്കുന്നുണ്ട്, മെമ്മറിയിൽ അതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് നമുക്ക് ആ മോണിറ്റർ ഉപയോഗിച്ചിട്ട് അത് കണക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ശരിക്കും ബോഡി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൂ, ബോഡി പ്രവർത്തിക്കുന്നില്ല, പക്ഷെ ആൾക്ക് എല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് പല കണ്ടീഷൻസ് ഉള്ള കോമ സ്റ്റേജിൽ പോകണം. അത് ഏറ്റവും റെയർ കണ്ടീഷൻസ് ആണ്. ചിലവരിൽ പക്ഷെ ഇതൊന്നും പോസിബിൾ ആയിരിക്കില്ല, ഒരു അനക്കം പോലും ഉണ്ടാവില്ല, വെറുതെ ആ ഒരു സ്റ്റേജിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്രോലോങ്ഡ് പീരീഡ് ചിലപ്പോൾ അങ്ങനെ നീണ്ടുപോയി കിടന്നിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുണ്ട്. ാണെങ്കിലേ മാം കരയും, ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണ് തുറക്കുന്നവരാണ് നമ്മൾ പറയുമ്പോൾ കരയും. ആണ്. ദെൻ വിരലുകൾ ജസ്റ്റ് മൂവ് ചെയ്യും, ചെറുതായിട്ട്, വളരെ മൈന്യൂട്ട് ആയിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യും. അതായത് അതൊക്കെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ്. ചിലർ കരയും, ചിലവരില് എന്താണ് ചെറിയ മൂവ്മെന്റ്സ്, ബോഡിയിൽ പത്തിയൊരു മൂവ്മെന്റ്സ് ഒക്കെ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്. ചിലവര് ഈ സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ അവര് നാക്ക് ഇങ്ങനെ ഇളക്കൂലേ? അതെ അതെ, കിളക്കും. ചിലവർ എന്താണ് കണ്ണുകൾ മാത്രം ഓപ്പൺ ചെയ്യും, അല്ലെ, കണ്ണ് തുറക്കും. നമ്മൾ പറയുന്നൊന്നും കേൾക്കുന്നുണ്ടാവില്ല, കുറച്ച് സമയത്ത് കോൺഷ്യസ് ആയിട്ട് കണ്ണ് തുറന്ന് നമ്മളെ നോക്കിയിട്ട് ചിലപ്പോ അപ്പൊ തന്നെ ചിലപ്പോൾ കണ്ണടയ്ക്കുന്നുണ്ട്. അപ്പൊ എല്ലാം പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടാവും, പക്ഷെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അതൊക്കെ പല സിറ്റുവേഷൻസ് ആണ്. ഓക്കെ, കോമയുടെ പല സ്റ്റേജസുകളുണ്ട്, അങ്ങനെ സംഭവിക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ ടീച്ചർ എന്താ ചോദിച്ചത്? പിന്നെ അത് മറന്നുപോയി മിസ്സേ, എന്തൊക്കെയോ പണ്ടത് പോയി. ഇനി സൈക്കോ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെല്ലാവരും ഒരു സൈക്കോ അല്ലേ ശരിക്കും പറഞ്ഞാ? എല്ലാവരും സൈക്കോ ആണ്. എല്ലാവരും പല രീതിയിൽ ചിന്തിക്കുന്നവരാണ്, പല ആശയങ്ങളുണ്ട്, പല ഐഡിയാസ് ഉണ്ട്, പലതരം സ്വഭാവങ്ങളുണ്ട്, അല്ലെ? നമുക്ക് എല്ലാ സ്വഭാവങ്ങളുണ്ട്, അല്ലെ? എല്ലാവരും ഓൾ പെർഫെക്റ്റ് ഒന്നല്ല, എല്ലാ സ്വഭാവങ്ങളുണ്ട്. നമുക്ക് മോശമായ സ്വഭാവം ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഇല്ലേ? അല്ല, നമ്മൾക്ക് ഏറ്റവും മോശപ്പെട്ട ഒരു സ്വഭാവം നമ്മൾക്ക് മാത്രമേ ഉള്ളൂ, അല്ലെ? നമ്മൾ ഏത് അവസ്ഥയിലാണ്, എങ്ങനെയാണ് മോശം സ്വഭാവം കാണിക്കുന്നത്. എല്ലാവർക്കും പേഴ്സണൽ ആയിട്ട് കുറെ രീതിയിൽ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ മനസ്സെന്ന് പറയുന്നത്, അതായത് ഈ ഒരു സാധനം കൊണ്ടാണ് ഇവിടം വരെ നമ്മൾ എത്തിയിരിക്കുന്നത്, അല്ലെ? ഈ ഒരു സാധനം ഇങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മൾ ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം. കുറച്ചേരം ഇരുന്നിട്ട് ഇപ്പൊ അത് ചെയ്യണോ, അത് ചെയ്യാം, ഇത്തിരി വെള്ളം കുടിക്കണോ, വെള്ളം കുടിക്കണം എന്നൊക്കെ പറയണത് ആരാണ്? എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കണം, എനിക്ക് വിശക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഈ തോന്നലുകൾ ഉണ്ടാവുന്നത്? അതൊക്കെ മനസ്സിന്റെ പ്രവർത്തനങ്ങളാണ്. അതുപോലെ തന്നെ ദേഷ്യം, വാശി, മറ്റ് വികാരങ്ങൾ, ഇതെല്ലാം ആരാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? ആരാണ്? മനസ്സ്. ആ ഒരു വലയത്തിനുള്ളിലാണ്. നമുക്കൊരു പേര് തന്നിട്ടുള്ളൂ, ആഗ്ര അല്ലെങ്കിൽ റീച്ച എന്നൊരു പേര് തന്നിട്ടുള്ളൂ, പക്ഷെ ഈ പേരിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് ആരാണ്? നമ്മുടെ ഉള്ളിലുള്ള മനസ്സാണ്. ഓക്കെ, അത് പറയുന്ന കാര്യങ്ങളാണ് മെമ്മറി കേൾക്കുന്നത്, നമുക്ക് ഇൻഫോർമേഷൻ തരുന്നതിനനുസരിച്ച് നമ്മൾ എന്താണ് ഇതിനനുസരിച്ച് പെർഫോം ചെയ്യുന്നു. കരച്ചിൽ വരുമ്പോ കരയുന്നു, സന്തോഷം വരുമ്പോ ചിരിക്കുന്നു, ദേഷ്യം വരുമ്പോ ദേഷ്യം കയറുന്നു. ഇതൊക്കെ നമ്മുടെ കൺട്രോള് നടത്തുന്നത് ആരാണ്? മനസ്സിലാണ്. ഇതല്ല. ഓക്കെ, അപ്പൊ സൈക്കോളജി എന്ന് പറയുമ്പോ ഒരു വലിയൊരു ഫീൽഡാണ്, അല്ലെ? നമ്മള് വിചാരിക്കുന്ന പോലെ എല്ലാം വളരെ സിമ്പിൾ ആയിട്ടൊരു, ഒരിക്കലും സിമ്പിൾ ആയിട്ടൊരു ടോപ്പിക് അല്ല. പ്രത്യേകിച്ച് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചിരിക്കേണ്ട രണ്ട് സൈക്കോളജീസ് ആണ്. ഒന്ന് എഡ്യൂക്കേഷൻ സൈക്കോളജിയും അതേപോലെ എന്താണ് ചൈൽഡ് സൈക്കോളജിയും. അധ്യാപകർ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ചൈൽഡ് സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷൻ സൈക്കോളജി. എഡ്യൂക്കേഷൻ സൈക്കോളജി ഇതിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് മെത്തേഡ്സിനെ കുറിച്ചിട്ട്, അല്ലെ? ടീച്ചിങ് ആൻഡ് ലേണിംഗ് മെത്തേഡ്സിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. ഇനി ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ശിശു മനഃശാസ്ത്രം. സോറി ടീച്ചേഴ്സ്, ശിശു മനഃശാസ്ത്രം അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമല്ലേ? ഓക്കെ, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്, അല്ലെ? ഒരുപാട് പാർട്ട് 1, പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞ് കുറെ ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണല്ലോ സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ഒക്കെ ഹോൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ, നമ്മുടെ ഈ ചാപ്റ്റേഴ്സിന്റെ എല്ലാ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ സൈക്കോളജി. ഫസ്റ്റ് നമ്മൾ ഒരു കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ ആദ്യം അറിയേണ്ടത് എന്താണ്? കുട്ടിയുടെ കുറിച്ച് അറിയാം, അല്ലെ? ലേണറെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം കുട്ടി എന്താണ്, അവൻ എങ്ങനെയാണ് പെരുമാറുന്നത്, അവന്റെ വികാര വിചാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിരിക്കണം? സൈക്കോളജി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കുട്ടി ഏത് സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഏത് രീതിയിൽ പെരുമാറുന്നു,
എന്താണ് അവരുടെ റെസ്പോൺസ് വരാൻ പോകുന്നത് നമുക്ക് ടീച്ചേഴ്സിന് അറിയാൻ പറ്റണം. കുട്ടി എങ്ങനെയായിരിക്കും പറയുന്നത് എന്നുള്ളത് നമുക്ക് അറിയാം. ഇപ്പൊ ക്ലാസ്സിൽ 20 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 20 സ്റ്റുഡൻസിനെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. 20 സ്റ്റുഡൻസിന്റെ 20 നേച്ചർ ആയിരിക്കും, 20 നേച്ചർ ആയിരിക്കും, 20 വ്യത്യസ്ത സ്വഭാവങ്ങളായിരിക്കുള്ളൂ. അത് നമുക്ക് ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കാം. അതാണ് ഒരു ടീച്ചറിന്റെ വിജയം എന്ന് പറഞ്ഞാൽ. അല്ലാതെ കുട്ടിയെ കുറെ കണ്ടന്റ് പഠിപ്പിക്കുന്നതിൽ കൂടുതൽ നമ്മൾ അവരെ അടുത്തറിയുക എന്നുള്ളതാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം. അതാണ് ഏറ്റവും ബെസ്റ്റ്. നല്ലൊരു ടീച്ചർക്ക് വേണ്ടത് കുട്ടിയെ അറിഞ്ഞുകൊണ്ട് പഠിപ്പിക്കുക എന്നാണ്. അല്ലാതെ നമുക്ക് കണ്ടന്റ്സ് എങ്ങനെ വേണമെങ്കിലും പഠിപ്പിക്കാം അല്ലെ, കുട്ടികളെ ഒരു ആക്ടിവിറ്റി എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ആ കുട്ടിയുടെ നേച്ചർ, അവൻ എന്താണെന്ന് മനസ്സിലാക്കി പഠിപ്പിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് സൈക്കോളജി അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ചൈൽഡ് സൈക്കോളജി എന്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്? കുട്ടികളുടെ മനസ്സിനെ പറ്റി. ശിശു മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? കുട്ടികളുടെ മനസ്സിനെ കുറിച്ചുള്ള പഠനം അല്ലെ കുട്ടികളെ കുറിച്ചുള്ള പഠനം? യെസ്, കുട്ടികളെ കുറിച്ചുള്ള പഠനമാണ്. സയന്റിഫിക് സ്റ്റഡി ഓഫ് ചിൽഡ്രൻസ് ബിഹേവിയർ ആണ് ശരിക്കും അല്ലെ. കുട്ടികളെ കുറിച്ചിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനമാണ്. കുട്ടികളുടെ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള, കുട്ടികളുടെ പെരുമാറ്റത്തെ കുറിച്ചിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനമാണ് ചൈൽഡ് സൈക്കോളജി. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ആണ് കേട്ടോ. അത് കുട്ടികളുടെ നേച്ചർ എന്ന് പറഞ്ഞത് മനസ്സിലാക്കാന്നുള്ളത് നമുക്ക് കെട്ടിപണഞ്ഞെടുക്കാന്നൊക്കെ പറയില്ല, അതേപോലെയാണ്. കുട്ടികൾ ഏത് സമയം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇമോഷണൽ ഡെവലപ്മെന്റില് അവരുടെ ഇമോഷൻസ് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ടെമ്പററി ആയിരിക്കും. ഇമോഷൻസ് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യും. അതായത് പെർമനന്റ് അല്ല ഒരിക്കലും അല്ലെ. അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ മോണ്ടിസോറി കൈകാര്യം ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ഡൈവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു നേച്ചർ ആയിരിക്കും, വൈവിധ്യമായിട്ടുള്ള. ചില കുട്ടികൾ എപ്പോഴും കരഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും, ചില കുട്ടികൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും. മിക്സ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഇവരെല്ലാം ഒരേ ഷേപ്പിലാക്കി എടുക്കേണ്ടത് ആരാണ്? അധ്യാപകരുടെ ചുമതലയാണ്. അപ്പൊ കുട്ടികളെ ആദ്യം നമ്മൾ അറിയാൻ ശ്രമിക്കണം. ഫസ്റ്റ് ചെല്ലുന്ന ദിവസം തന്നെ ഒരു ആക്ടിവിറ്റി കൊടുക്കാനല്ല നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന അതൊരു സൈക്കോളജിക്കൽ മെത്തേഡാണ്. കുട്ടികളെ അറിയാണ് നമ്മൾ, അവരോട് സംസാരിക്കുന്നത് ചിരിക്കുന്നതൊക്കെ നമ്മൾ കുട്ടികളെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ററാക്ഷൻ ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാസ്സിൽ ചേർന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു. കുട്ടികളോട് എന്ത് പറയുന്നു? ഫസ്റ്റ് തന്നെ ആക്ടിവിറ്റി ഒരിക്കലും കൊടുക്കരുത് കേട്ടോ. ഒരിക്കലും നിങ്ങൾ ഫസ്റ്റ് ചെല്ലുന്ന ദിവസം തന്നെ ആക്ടിവിറ്റി കൊടുത്ത് അതൊരു നല്ല ടീച്ചേഴ്സിനെ പറ്റിയൊരു കാര്യമല്ല. ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചെയ്ത് സൈക്കോളജി പഠിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ. അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുക. ടീച്ചർ പ്യൂപ്പിൾ ഇന്ററാക്ഷൻ വേണം, പ്യൂപ്പിൾ ഇന്ററാക്ഷൻ വേണം, പ്യൂപ്പിൾ ടീച്ചർ ഇന്ററാക്ഷൻ വേണം. അങ്ങനെ 3 ടൈപ്സ് ഓഫ് ഇന്ററാക്ഷൻസ് ക്ലാസ്സിൽ നടക്കണം. ഇന്ററാക്ഷൻസ് ഒക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും ആ കുട്ടികൾ എന്താണെന്ന് അല്ലെ. ഒരു 2-3 ക്ലാസ്സുകൾ കഴിയുന്നതിനനുസരിച്ച് മനസ്സിലാവും കുട്ടികൾ എങ്ങനെയാണ്, എവിടെയാണ് ഞാൻ പിടിക്കേണ്ടത്, എവിടെ നിങ്ങളുടെ കൺട്രോളിലാക്കണം. അതാണ് ഒരു ടീച്ചറിന്റെ. അതായത് ടീച്ചേഴ്സിനെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാക്കി, അല്ലെങ്കിൽ നല്ലൊരു ടീച്ചറായി മാറണമെങ്കിൽ ആദ്യം കുട്ടികൾ മനസ്സിലാക്കേണ്ടത് എന്നെ പഠിപ്പിക്കുന്നതിലാണ് കൂടുതൽ ടീച്ചർ എന്നെ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ടീച്ചറിൽ നിന്നുള്ള ഒരു സ്നേഹമാണ് കുട്ടികൾ ആദ്യം ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതിനുശേഷം കുട്ടികളെ സ്നേഹിച്ചതിന് ശേഷം അല്ലെങ്കിൽ മാത്രമേ നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അവരെന്താണ്, ഓരോ കുട്ടികൾ എന്താണെന്ന് നിങ്ങൾ ആദ്യം അറിയണം. അപ്പോൾ ആ ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് അതിൽ ഡെവലപ്പ് ചെയ്യേണ്ടി വരാം. അപ്പൊ ആദ്യം നിങ്ങളുടെ കുട്ടികളിൽ തന്നെ ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണ്, ഏത് സമയത്ത് ഏത് നേച്ചർ കാണിക്കും, ഏത് സ്വഭാവം ഒരിക്കലും ഇങ്ങോട്ട് കാണിക്കും, നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാലോ ഇല്ലേ? അറിയില്ലേ? അറിയാം. ആ, അതായത് ഇപ്പൊ ഒന്ന് മിണ്ടാതിരുന്നാൽ പോലും അറിയാൻ പറ്റും. കുറച്ചു നേരം ഒന്ന് മിണ്ടണില്ല, അനങ്ങാതെ വിഷമിച്ചൊക്കെ ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. എന്താണ് എന്തോ കാര്യം ഉണ്ടെന്ന് മനസ്സിലാവും. നമ്മൾ എന്ത് ചെയ്യും? ചോദിച്ചറിയും. അതേപോലെ സെയിം നമ്മുടെ കുട്ടികൾ എങ്ങനെയാണോ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് അത് തന്നെയാണ് നിങ്ങൾ ക്ലാസ് റൂമിലും കാണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ചോദിച്ചറിയും. എന്ത് വിഷമമാണ് കുട്ടി, നമുക്ക് ഫേസ് കണ്ടാൽ മനസ്സിലാവും. മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം എന്ന് നമ്മൾ പറയാറില്ലേ. കുട്ടിയുടെ ഫേസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവണം അവന് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിലാണ് കുട്ടികൾക്കുള്ള ഡിഫിക്കൽട്ടീസ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതായത് എന്തെങ്കിലും വൈകല്യങ്ങളോ മാനസികമായിട്ടുള്ളതോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ചിലപ്പോൾ പാരന്റ്സ് പറഞ്ഞിരിക്കില്ല നമ്മളോട്.
പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും ടീച്ചറിന്റെ പണി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ അല്ല. ക്ലാസ് എടുത്ത് പോയി ആക്ടിവിറ്റിയും ചെയ്ത് വീട്ടിൽ പോലല്ല പണി. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് നിങ്ങൾ അധ്യാപകരെ കടന്നു പോകുന്നത്. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്, അവരെ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെങ്കിൽ നല്ല രീതിയിൽ സൈക്കോളജി അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് കുട്ടികളെ കുറിച്ചിട്ടുള്ള, കുട്ടികളുടെ സയന്റിഫിക് ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള പഠനം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, യെസ്. അപ്പൊ എന്താണ് സൈക്കോളജി എന്ന് പറയുന്നത്? സൈക്കോളജി മീൻസ് സയൻസ് ഓഫ് സോൾ, അല്ലെ? മനസ്സിന്റെ ശാസ്ത്രമാണ് എന്താ സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങള് ഏത് സിനിമയാണ്? മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് നമുക്ക് പറയാം സൈക്കോളജിയില് മണിച്ചിത്രത്താഴ്, അല്ലെ? അതില് ഗംഗ എന്ന കഥാപാത്രത്തിന് നിങ്ങൾക്ക് അറിയാം, അല്ലെ? ഗംഗ ശോഭന ചെയ്ത കഥാപാത്രമാണ്, അല്ലെ? ശോഭന ചെയ്ത കഥാപാത്രം ഗംഗയാണ്. പക്ഷെ ഗംഗയിലൂടെ ആരാണ് മാറിയത്? ആരായിട്ടാണ് മാറിയത്? മാറി. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അതൊരു സസ്പെൻസ് ആണ്. നമുക്ക് സൈക്കോളജിയുടെ കുറച്ച് ടൈപ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കത് പറയാം. ഇപ്പൊ പറയണ്ട, അത് ഇച്ചിരി അവിടെ ഇരിക്കട്ടെ. അത് കുറച്ച് പറയാനുണ്ട്. പാരാസൈക്കോളജിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒരു ആകാംക്ഷ തോന്നുന്നുണ്ടോ പാരാസൈക്കോളജി എന്താണെന്ന്? പാരാസൈക്കോളജി ഉണ്ട്. എന്താണ് അത് കുറച്ച് പറയാം മിസ്സേ, എന്നിട്ട് നമുക്ക് അടുത്ത് പറഞ്ഞാൽ. പാരാസൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലിപ്പോ ഇത് വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ടീച്ചർ നമ്മൾ ടൈപ്സ് എല്ലാം പഠിക്കുന്നുണ്ട്. എത്ര ടൈപ്സ് ഓഫ് സൈക്കോളജി, എത്ര ബ്രാഞ്ച് ഒക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ ബ്രീഫായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഓരോ സൈക്കോളജി, ഓരോ ബ്രാഞ്ചിന്റെ കീഴിൽ വരുന്ന എല്ലാ സൈക്കോളജിയും നമ്മൾ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ എന്താണോ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഇനി ഒരു അവസരമില്ല. നിങ്ങൾ ഇനി വേറെ എവിടെയെങ്കിലും പോയി സൈക്കോളജി പഠിക്കോ സെപ്പറേറ്റഡ് ആയിട്ട്? പഠിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല, പോകില്ല. അപ്പൊ മാക്സിമം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യില്ലേ? ഓക്കെ, അപ്പൊ അതിനു വേണ്ടി കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ആ സമയത്ത് അത് പഠിക്കാം. എന്നാലും ജസ്റ്റ് ഇപ്പൊ പാരാസൈക്കോളജിയെ കുറിച്ച് ജസ്റ്റ് ഒരു കാര്യം പറയാം. നിങ്ങളിപ്പോ രാത്രി എഴുന്നേറ്റ് മുറിക്ക് പുറത്തു വന്നു. മുറിക്ക് പുറത്തു വന്നതിന് ശേഷം പാരാസൈക്കോളജിയിലേക്ക് പോണേക്ക് മുമ്പ് അതവിടെ നിൽക്കട്ടെ. സൈക്കോളജി തന്നെ ഈ ഒരു ഓപ്ഷൻ പറയാം, ഈ ഒരു ഉദാഹരണം പറയാം. റൂമിന് പുറത്ത് വന്നു. എല്ലാവരും ഇപ്പൊ റൂമിന് പുറത്തു വന്നു എന്ന് വിചാരിക്കും. ഒരു രാത്രി ഒരു 9:30-10 മണിയായ സമയത്ത്, 10 വേണ്ട, ഒരു 12-12:30 മണി അത്ര സമയമായി. അവിടെ എന്തോ ഒരു നിഴൽ നിങ്ങൾ കണ്ടോ? ഒരു നിഴൽ അവിടെ കാണുന്നുണ്ടോ? ഒറ്റക്ക് പുറത്തു വന്നാക്കിയാണ്. എന്തോ വെള്ളം കുടിക്കാനോ എന്തോ താപ്പടച്ചില്ലെന്നോ എന്ന് പറഞ്ഞ് നിങ്ങൾ പുറത്തു വന്നാക്കിയാണ്. വന്നോ നിങ്ങള്? വന്നു. അപ്പൊ ജനലിന്റെ ഉള്ളിൽ കൂടി നോക്കിയപ്പോ അവിടെ എന്തോ ഒന്ന് ആടുന്നുണ്ട്, അല്ലെ? അവിടെ എന്തോ ഒരു വെട്ടം, എന്തോ ഒരു നിഴല്, അല്ലെ? ഉടനെ തീരുമാനിച്ചു അവിടെ എന്തോ പ്രേതമുണ്ട്, അവിടെ എന്തോ ഉണ്ടെന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചു, അല്ലെ? നിങ്ങൾ തീരുമാനിക്കില്ല? എങ്ങനെ ഫുള്ളായിട്ട് അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട് ഉറപ്പിച്ചു കൺഫേംഡ് ആണ്. അപ്പൊ തന്നെ അവിടെ നിന്ന് ഓടി റൂമിലേക്ക് പോയി, അല്ലെ? ഓടി. ധൈര്യമുള്ള ശബ്ദം നിലവിളി ശബ്ദമൊന്നുമില്ല. ഓടി. നമ്മളപ്പോ അവിടെ വെച്ച് എന്ത് തീരുമാനിച്ചു? അവിടെ എന്തുണ്ട്, അവിടെ എന്തോ അനങ്ങുന്നുണ്ട് അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു. അവിടെ ഇനി ആരും എന്ത് പറഞ്ഞാലും ഞാൻ കണ്ടതാണ്, അല്ലെ? സമ്മതിക്കില്ല, ഞാൻ കണ്ടതാണ് അവിടെ അനങ്ങിയിട്ടുള്ളത്. അവിടെ ഒരു വാഴ നിൽപ്പുണ്ടായിരുന്നു. വാഴ ഒരു കാറ്റത്തിൽ ചിലപ്പോ ആടിയതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ എവിടെയെങ്കിലും വെട്ടം, ഏതെങ്കിലും വീടിന്റെ വെട്ടത്തിൽ ചിലപ്പോൾ ലൈറ്റ് മിന്നുന്നതിനനുസരിച്ച് അവിടെ എന്തെങ്കിലും ഒരു വൈബ്രേഷൻസ് വന്നതായിരിക്കും. അതായിരിക്കും സത്യം നടന്നിട്ടുള്ളത്. പക്ഷെ നമ്മുടെ മനസ്സ് എന്ത് പറഞ്ഞു? നമ്മൾ നെഗറ്റീവായിട്ട് എന്ത് വിചാരിക്കുന്നു അതേ നടക്കുള്ളൂ. ഓക്കെ, യെസ്, മനസ്സിലായോ? അപ്പൊ നമ്മൾ അതങ്ങ് തീരുമാനിച്ചിട്ട് അവിടെ എന്തോ ഉണ്ടെന്ന് വിചാരിച്ചു. അവിടെ ഒന്നുമില്ല, സത്യത്തിൽ അവിടെ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? പുറത്തിറങ്ങി ജനൽ ഡോറ് തുറന്ന് നോക്കി അവിടെ എന്താണെന്ന് നോക്കാനുള്ള ധൈര്യം ഉണ്ടോ? ഉണ്ടോ? നല്ല ധൈര്യമുണ്ട്. ഇല്ല മിസ്സേ, എനിക്കില്ല. ഉണ്ട്. ആര്യക്കുണ്ട്. അപ്പൊ ആര്യാണ് നമ്മൾക്ക് വ്യത്യസ്തമായ ഒരാളാണ്. എനിക്കില്ലെന്നാ ഞാൻ പറഞ്ഞേ. സത്യം പറഞ്ഞ എന്റെ സ്റ്റുഡൻസ്, അവിടെ ആരുമില്ല. നമ്മുടെ മനസ്സാണ് തീരുമാനിച്ചത് അവിടെ എന്തോ ഉണ്ടെന്ന്. അപ്പൊ ആരാണ് പ്രശ്നം? നമ്മുടെ പ്രശ്നം ആരാണ്?
മനസ്സ് പല രീതിയിൽ പല സ്വഭാവങ്ങൾ കാണിക്കും. ഇപ്പൊ രാത്രി പോകുന്ന സമയത്ത്, ഇപ്പൊ വണ്ടിയിൽ യാത്ര പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ വെറുതെ നമ്മുടെ മനസ്സിന് തോന്നുന്നതാണ്, ഒന്നുമില്ല, സത്യം പറഞ്ഞ നമുക്ക് കാര്യങ്ങളൊന്നുമില്ല, അങ്ങനത്തെ ഒരു പവർ ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കാം. ഇപ്പൊ നമ്മള് പേടിയുടെ കാര്യം പറയുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാവുന്നത് ഏറ്റവും പ്രേതം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ആകാശഗംഗയിലെ പ്രേതത്തിനെയാണോ? ആണോ? ആകാശഗംഗയിലെ പ്രേതത്തിനെയാണോ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? പ്രേതം എന്ന് പറയുന്നത് കണ്ടിട്ടില്ലേ? ഞാനത് അത് പ്രേത ഫിലിം ഒക്കെ ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് കണ്ടിട്ടാണ്. കണ്ടിട്ടുണ്ടോ? ആകാശഗംഗ കണ്ടിട്ടുണ്ടോ നിങ്ങള്? യെസ് മാം. ഏറ്റവും പേടിയുള്ളത് ആകാശഗംഗ പ്രേതത്തിനെയായിരുന്നു അല്ലെ? പക്ഷെ അങ്ങനെ അതായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രേതം എന്നൊരു കോൺസെപ്റ്റ്. ആ സിനിമയെ കണ്ടുവന്ന് അതുപോലെ തന്നെ എന്താണ് നമുക്ക് പേടിയായിരുന്നു ആ ഒരു സമയം മുതൽ. അതേപോലെ സെയിം സിറ്റുവേഷൻ ആണ്. പക്ഷെ സിനിമ കണ്ടു വന്നിട്ട് നമ്മുടെ മനസ്സിൽ കംപ്ലീറ്റ് അതിങ്ങനെ കിടക്കുകയാണ്. ആ പിക്ചേഴ്സ് മുഴുവൻ, അന്നത്തെ പാട്ട്, പുതുമഴയായ എന്നൊരു പാട്ട്, അതൊക്കെ രാത്രി കിടക്കുന്ന സമയത്ത് ഇതൊക്കെ മനസ്സിൽ വരും അല്ലെ? പിന്നെ അതേപോലെ തന്നെ മരിച്ച വീടുകളിൽ പോകുന്ന സമയത്ത് അല്ലെ, മരിച്ച വീട്ടിൽ പോയി ബോഡിയൊക്കെ കണ്ട് വീട്ടിൽ തിരിച്ചു വന്നു ഭയങ്കര പേടിയായിരിക്കും ചിലർക്ക്. ആണോ? അതെന്നെ മനസ്സിലിങ്ങനെ ഓർമ്മ വരുന്നില്ല. അതായത് മരിച്ച വീട്ടിലൊക്കെ പോകും, വലിയ കാര്യമായിട്ട് മരിച്ച വീട്ടിലൊക്കെ പോയി ഇന്ന് സംസാരിക്കും, എല്ലാവരോടും വിശേഷമൊക്കെ ചെയ്യും, ബോഡിയൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കും. ചിലർ ബോഡി പോലും നോക്കില്ല കേട്ടോ, ചിലർ നോക്കിയിട്ട് ഓക്കെ ബോഡി നമ്മൾ നോക്കിയിട്ടുണ്ട്, അപ്പൊ തന്നെ നമ്മൾ എന്താണ് അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് മറ്റുള്ളവരോട് സംസാരിക്കും. പക്ഷെ ഈ ബോഡി നമ്മൾ കണ്ടത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലുണ്ട്. നമ്മളിത് എപ്പോഴാണ് പുറത്തെടുക്കുന്നത്? രാത്രിയാവുമ്പോ പുറത്തെടുക്കും. രാത്രിയാവുമ്പോ കറക്റ്റ് ആയിട്ട് ഇതൊന്നും ഓർമ്മ വരും അല്ലെ? അതാണ് യെസ്, കറക്റ്റ് ആ ടൈമിൽ ഇത് ഒന്നുമില്ല, നമ്മൾ ചിലപ്പോ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ നേരത്ത് ഞാനിന്ന് മരിച്ച വീട്ടിൽ പോയിട്ടുണ്ടായി, അവിടെ ഇങ്ങനെയുണ്ട്, ആ കരച്ചില് ബഹളമൊക്കെ നമ്മുടെ മനസ്സിൽ വരും. എന്താണ് അതങ്ങനെ വരുന്നത്? നമ്മള് കണ്ട കാര്യങ്ങൾ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ പോയിട്ടില്ലെങ്കിൽ അതെങ്ങനെ റിഗ്രറ്റ് ചെയ്താലും അതിങ്ങനെ തികട്ടിട്ട് നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അന്നത്തെ രാത്രി ചിലപ്പോൾ ഉറങ്ങാനേ പറ്റുന്നില്ല. അങ്ങനെ അനുഭവങ്ങളുണ്ട്, ഒത്തിരി ഉണ്ടാവും. നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ഉള്ളവരാണ്. അതെ മാം. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങള്, വേണ്ടാന്ന് വെക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സ് എന്ത് ചെയ്യും? ഇങ്ങനെ കൊണ്ടുവരും. ഈ തിരമാലകൾ ഇറങ്ങുന്നത് പോലെ രാത്രി ആകുമ്പോഴേ, പ്രത്യേകിച്ച് രാത്രിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അല്പം പേടി കൂടുതലായിരിക്കും നമുക്ക് അല്ലെ? രാത്രി എന്ന് പറയുന്നത് പകലും പേടിയുള്ളവരുണ്ട് കേട്ടോ. ഒരു മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലേക്ക് പോകാൻ പേടിയുള്ള ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതൊക്കെ കോമൺ ഫിയേഴ്സിലുള്ളവരാണ്. വലിയതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, ഇപ്പോഴും ഒന്നില്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പുറത്തൊരാള് വേണം, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മുടെ മനസ്സുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ ഇതിനൊന്നിനും ഒരു സത്യമില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾക്ക് തോന്നലുകളാണ്, പല തരത്തിലുള്ള തോന്നലുകള് നമുക്ക് സ്വമേധ ഉണ്ടാവുന്നതാണ്. നമ്മൾ ചിന്തിച്ചെടുക്കുന്നത്, നമുക്ക് ചിന്താലബൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോൾ ചിന്തിക്കാന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ ചിന്തിക്കും, ഡൈവേർജറ്റഡ് ആയിട്ട്. അതായത് വ്യത്യസ്തമല്ല, നമ്മള് ചിന്തിക്കാത്ത തരത്തിലൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരാണ്. എങ്ങനെയാണ് നമുക്ക് ഈ ചിന്തിക്കാനുള്ള കപ്പാസിറ്റി കിട്ടുന്നത്? മനസ്സിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇട്ടിട്ട് തരും, അതിനനുസരിച്ച് നമ്മൾ അതിന്റെ ഒപ്പം ഇങ്ങനെ സഞ്ചരിച്ച് ചിലപ്പോ എന്താണ് മനസ്സിന് ചിലവര് നമ്മൾ പറയാറില്ലേ ബുദ്ധിജീവികളെന്നൊക്കെ പറയും. അവര് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ടാണ് അവർക്ക് ബുദ്ധി ഉണ്ടായത്. ചിന്തിച്ചിട്ട് മാത്രമാണ് അവർക്ക് ബുദ്ധി ഉണ്ടായത്. അവർക്ക് പല അനുഭവങ്ങളിലൂടെയാണ് അത്തരത്തിൽ അവര് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പല പഠനങ്ങളിലൂടെ എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ചിട്ടാണ് അവർക്ക് അത്തരത്തിലുള്ളൊരു നിങ്ങൾ കൊടുക്കുന്ന ബുദ്ധിജീവി കോൺസെപ്റ്റ് എന്നുള്ള സംഭവം വന്നിരിക്കുന്നത്. അല്ലാതെ ആർക്കും ഇതൊന്നും ഒറ്റയടിക്ക് സ്വിച്ചിട്ട് അമർത്തിയ ഒരാളും ബുദ്ധിജീവി ആവില്ല. ഓക്കെ, യെസ്. ഇപ്പൊ പല എക്സ്പീരിയൻസിലൂടെ, മനസ്സിന് കിട്ടുന്ന പല എക്സ്പീരിയൻസിലൂടെ, പല പഠനങ്ങളിലൂടെയൊക്കെയാണ് അവർക്ക് അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് കിട്ടി നല്ലൊരു എന്താ പറയാ നിങ്ങൾ പറയുന്ന ബുദ്ധിജീവി കോൺസെപ്റ്റിലേക്ക് പോകുന്നത്. ഇനി വേറൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഭ്രാന്തന്മാരെ കണ്ടിട്ടില്ലേ? ഭ്രാന്തന്മാരെ പ്രത്യേകത ഭ്രാന്താണ്, അതാണ് പ്രത്യേകത അല്ലേ? അവർക്കൊന്നിനെ കുറിച്ചൊരു പേടി ഉണ്ടാവില്ല, ഫുള്ള് ഫ്രീ ആയിരിക്കും. അവരാലോചിക്കുന്നില്ല, അവർക്ക് എപ്പോ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ചിലര് പറയുന്നുണ്ട് ബുദ്ധി കൂടിയാലും ഭ്രാന്താവുന്ന ചിലര് പറയണേക്ക്. പഠിച്ച് വട്ടായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ?
ഓക്കെ, യെസ്. അപ്പൊ ഈ പ്രാന്തന്മാരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങള്? നമ്മളിപ്പോ ഒരു ടീച്ചർ ഒരു ഉദാഹരണം പറയാം. ചില കവലകളിൽ ജംഗ്ഷനിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് ചില കടയിലൊക്കെ കയറി കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും ഇന്ന് കണ്ടില്ലല്ലോ എന്ന് പറയും. അപ്പൊ ആര് നമുക്ക് ഞാനിത് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പറഞ്ഞേക്കാം. ഇന്ന് കണ്ടില്ലല്ലോ, ആരെയോ പറ്റി സംസാരിക്കുക, നമുക്കറിയില്ല. ഇന്ന് കണ്ടില്ലല്ലോ, ഇന്ന് വന്നിട്ടില്ല, കുറച്ച് ദിവസമായി പുറത്തോട്ട് ഇറങ്ങിയിട്ട്. കഴിഞ്ഞ ദിവസം വരെ എന്താണെന്ന് അറിയില്ല, വെറുതെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു അവൻ. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വെറുതെ കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു, ആരെയോ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെയും ഞാനൊരു ദിവസം ആ കടയിൽ കയറി. അപ്പോഴെന്താണ്, ആളവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആള് അവിടെ എന്തോ ഒരു ക്ലോക്ക് ആട്ടെ വെച്ചിട്ടുണ്ട്. ക്ലോക്കിൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഭ്രാന്താണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ആള് ക്ലോക്കിൽ നോക്കിയിട്ട് കണ്ണുകൾ മൂവ് ചെയ്യുന്നുണ്ട്. ആളുടെ കണ്ണ് മൂവ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ക്ലോക്കിൽ നിന്ന് ദിശ മാറിയിട്ട് കലണ്ടറിലേക്ക് നോക്കണം. അപ്പൊ രണ്ട് ടൈപ്പ്, ഡേറ്റും നോക്കുന്നുണ്ട്, ടൈമും നോക്കുന്നുണ്ട്. രണ്ടും കൂടെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആള്. ഇവരെല്ലാവരും പറയുന്ന ആൾക്ക് ഭ്രാന്താണെന്ന്. അപ്പൊ ഈ ഭ്രാന്ത് വരാനുള്ള ഒരു സിറ്റുവേഷൻ, അത് മനസ്സിന് എങ്ങനെ ഭ്രാന്ത് സംഭവിക്കുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനസ്സിന് എങ്ങനെ ഭ്രാന്ത് സംഭവിക്കുന്നു? എന്താണ് ഭ്രാന്ത്? അപ്പോ അങ്ങനെയൊക്കെ ചിന്തിക്കണം. ട്രോമകൾ മൂലം ഓരോ ഉണ്ടാകുന്ന ഫീലിങ്സ് മാനസിക അവർ സംഘർഷം. കൊണ്ട് നടന്നിട്ട് ഇങ്ങനെ അതാണെന്ന്. എനിക്ക് രാത്രി ഭയങ്കര ഇഷ്ടമാണ്. അവനിങ്ങനെ രാത്രി ഓപ്പൺ ടെറസിന്റെ മുകളിൽ പോയിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഞങ്ങളുടെ വീട്ടിൽ അമ്പലമുണ്ട്. പഴയ തറവാട് മേടിച്ചതാണ്. അപ്പൊ അമ്പലം കുളമൊക്കെ ഉണ്ട്. അപ്പൊ എന്നോട് രാത്രി പുറത്തിറങ്ങരുതേ, കണ്ടാല് ഓരോ ഇത് കണ്ടിട്ട് ഭ്രാന്ത് പിടിക്കുന്നത്, അതായത് പേടി ഉള്ളിലോട്ട് കയറിയ ഭ്രാന്താവും എന്നൊക്കെ പറയുന്നേക്കാം. പക്ഷെ എനിക്ക് ഇതുവരെ ഒന്നും അങ്ങനെ ആയിട്ടൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് രാത്രിയാ. ഞാൻ ഉറക്കം വന്നിട്ടില്ലെങ്കിൽ ഓപ്പൺ ടെറസിൽ പോയി കണ്ട് ആകാശത്ത് നോക്കി കിടക്കുന്ന നല്ല ഭംഗിയാ, നല്ല രസം കാണാൻ. അത് മനസ്സിന്റെ നോർമൽ ഭ്രാന്താണോ? അത് ഈ കാറ്റഗറിയിൽ പെടുത്തണ്ട കേട്ടാ. പക്ഷെ മിസ്റ്റർ, ഞാനൊരു അനുഭവം പറയട്ടെ മിസ്റ്റർ. ഞങ്ങളുടെ വീടിന്റെ അടുത്തെ മനോഹരൻ എന്ന് പറഞ്ഞ ഒരു മാമനുണ്ടേ. അപ്പൊ പുള്ളി പണ്ട് ഈ മണല് വാരാൻ പോകുന്നതായിരുന്നു ജോലി. അപ്പൊ ഞങ്ങളുടെ മാമന്റെ ഒക്കെ കൂടെ പണ്ട് മണല് വാരാൻ പോകുമായിരുന്നു. അങ്ങനെ ഒരിക്കല് ആറ്റില് മണല് വാരിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഇടിഞ്ഞിട്ട് പുള്ളി ഒഴുകി ഈ ആറിൽ നിന്നും ഈ വയലിലേക്ക് തൂമ്പുണ്ട്, വെള്ളത്തിന്റെ അടിയിൽ കൂടി ഈ വെള്ളം കയറി ഇറങ്ങുന്നത്. പുള്ളി ഈ തൂമ്പിന്റെ അപ്പുറത്ത് വശത്തൂടെ ആറിൽ നിന്ന് തൂമ്പിൽ കയറി തിരിച്ച് കണ്ടം വഴി ഇറങ്ങി. പുള്ളി മരിച്ചു പോകുന്ന വെച്ചാൽ പുള്ളി ഇവിടെ എല്ലാവരും ഭയങ്കര തെരച്ചിലൊക്കെ. പക്ഷെ ഈ തൂമ്പ് വരെ ചെല്ലുമെന്നോ ഇതിനകത്ത് കയറുമെന്നോ വെച്ചില്ല. കുറച്ചു നേരം അതിനകത്ത് സ്റ്റക്കായെന്നാ പറയുന്നത്. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാര് പറഞ്ഞത് അല്പസമയം കൂടി താമസിച്ചിരുന്നെങ്കിൽ മരിച്ചു പോവായിരുന്നു. പക്ഷെ 1 മാസമൊക്കെ ഹോസ്പിറ്റലിൽ കിടന്നു, വലിയ കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ പുള്ളിക്ക് മാനസികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ പുള്ളിയുടെ മനസ്സിന്റെ താളം അങ്ങ് തെറ്റി. ഒരു പക്ഷെ ആ മരണത്തിനെ മുൻപിൽ കണ്ടതുകൊണ്ട്, അങ്ങനെ എത്ര വലിയൊരു അനുഭവം ഉള്ളത് കൊണ്ടായിരിക്കും. ഈ മഹേശ്വരൻ വരുന്നെന്ന് പറയുമ്പോ തന്നെ ആൾക്കാർക്കൊരു പേടിയാണേ. ഞാൻ പാടാനൊക്കെ പോകുന്നോണ്ട് എന്നെ വാഴക്കുട്ടങ്കടവ് ഞങ്ങളുടെ അടുത്ത സ്ഥലമാണ്, അവിടെ എവിടെയെങ്കിലും വെച്ച് എന്നെ കാണുവാണെങ്കിൽ ഉടനെ ചിപ്പിമോളെ എന്ന് വിളിച്ചിട്ട് പള്ളിവാള് ഭദ്രാവട്ടകൻ 2 വരി പാട്ടങ്ങ് പാടും. അപ്പൊ പാടും. പക്ഷെ പുള്ളിയോട് സംസാരിക്കുന്നവരുണ്ട്, സംസാരിക്കാത്തവരുണ്ട്. ചില സമയം നല്ല നോർമൽ ആയിരിക്കും. പക്ഷെ ചില സമയത്ത് പുള്ളി ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് ആൾക്കാരെ ബൈക്കിലൊക്കെ വരുന്നവരെ പിടിച്ച് തെള്ളിയൊക്കെ ഇടും ആറ്റിലോട്ട്. അങ്ങനെ ഒരാൾ ഞങ്ങളുടെ അടുത്തുണ്ട്. അപ്പൊ ഇപ്പൊ എന്താ നമുക്ക് ഇതിന് മനസ്സിലാകുന്നത്? നമ്മൾക്ക് ഈ മാനസികമായ ബുദ്ധിമുട്ടുകൾ വരുന്നത് എന്തെങ്കിലും ഇൻസിഡന്റിലൂടെ ആയിരിക്കും അല്ലെ? മിക്കവാറും എന്തെങ്കിലും ഒരു ആഘാതം, മനസ്സിന് അത്രയും വലിയൊരു ആഘാതം കിട്ടുമ്പോൾ മാത്രമാണ് മനസ്സ് വ്യതിചലിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മളെല്ലാവരും നോർമൽ കൺട്രോളിലാണ് അല്ലെ? നമ്മളുടെ മനസ്സ് നല്ല രീതിയിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ക്ലാസ് ധരിക്കുന്നു, പഠിക്കുന്നു, നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അല്ലാത്ത സമയത്ത് ഇൻ കേസ് ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് താങ്ങാൻ പറ്റാത്തത്, നമ്മുടെ താളം തെറ്റാന്ന് പറയില്ല. നമ്മൾ എന്താണ് താളം തെറ്റാന്ന് പറയുന്നത്? നമ്മൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഫീലിങ്സുകൾ നമ്മൾക്ക് വരുന്ന സമയത്ത്, ഇപ്പൊ ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ ഒരു മരണോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്, ചിലപ്പോ നമ്മളിൽ നിന്ന് മനസ്സ് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, നിങ്ങളത് മനസ്സിലാക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ റിയൽ ആയിട്ടുണ്ട്. അത് മാത്രമാണ് റിയൽ. അല്ലാതെ പ്രേതവും ഭൂതവും എന്ന് പറയുന്നതിലേക്ക് നമ്മൾ അധികം വിശ്വസിക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. അതൊക്കെ അതവിടെ നിൽക്കട്ടെ. അത് വരുമ്പോൾ ചിലപ്പോൾ തർക്കങ്ങൾ വരും. അല്ലാത്ത പക്ഷെ നമ്മുടെ മനസ്സിന്റെ താളം തെറ്റും. നമ്മളുടെ ബിഹേവിയറിൽ മാറ്റം വരുന്നില്ല, അത് തന്നെ നമ്മളുടെ താളം തെറ്റുന്നതിന്റെയാണ്. അതായത് ഒരു ഇൻസിഡന്റ് നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത, അതായത് മാക്സിമം മരണമായിരിക്കും അല്ലെ? ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് മരണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാല് നമ്മളുടെ മനസ്സ് നമ്മുടെ കയ്യിൽ നിൽക്കില്ല.
അത് പോകും, ഓൾറെഡി അത് പോകും. അത് മെമ്മറി ലോസ് ആവും, ആക്ടിവിറ്റീസ് മാറും, നമ്മുടെ ബിഹേവിയർ മാറും, എല്ലാം മാറും. അങ്ങനെ അതാണ് ഏറ്റവും റിയൽ ആയിട്ട് മനുഷ്യരിൽ നടക്കുന്നത്. നിങ്ങൾ ഭ്രാന്തന്മാരെ കാണുമ്പോൾ അവർ അഭിനയിക്കുന്നതാണെന്നുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങൾ നോക്കരുത്. അത് മനസ്സിന് ശരിക്കും യഥാർത്ഥത്തിൽ താളം വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അതിന്റെ പുറകിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പിന്നെ ചിലവര് മുതലെടുത്ത് കാണിക്കുന്നവരുണ്ട് കേട്ടോ, അഭിനയിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ മനസ്സിലാകും, സിമ്പിൾ ആയിട്ട് അത് മനസ്സിലാവുകയും ചെയ്യും. അല്ലാത്തവരെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിന് കാണാൻ പറ്റിയവരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ മനസ്സിന്റെ താളം എപ്പോ വേണമെങ്കിലും തെറ്റാവും അല്ലെ. നമ്മളിപ്പോ നോർമൽ പേഴ്സൺ ആയിട്ട് ഇരിക്കുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിക്കോട്ടെ, ആ സമയത്ത് തെറ്റാം. പക്ഷെ ചിലവരിൽ എന്താണ്, ചിലവർ അതിൽ നിന്ന് തിരിച്ചു വരും. ചിലവർ എത്ര വർഷം എടുത്താലും ചിലപ്പോ, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളോ ആഴ്ചകളോ എടുത്ത് ചിലപ്പോൾ തിരിച്ചു വരും. പക്ഷെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ, അതായത് ഒന്നില്ലെങ്കിൽ ആ വ്യക്തി ആ പേഴ്സണി കൊടുത്ത സ്വാധീനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അയാൾ അത്രത്തോളം പ്രിയപ്പെട്ടതായിരിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ്, അഗാധമായി സ്നേഹിക്കുന്നവരുണ്ടാവില്ലേ, വളരെ അഗാധമായിട്ട് സ്നേഹിക്കുന്ന അങ്ങനത്തെ മനസ്സുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും എന്താണ് ആ വേർപാട് താങ്ങാൻ പറ്റിയതല്ല. ആ സിറ്റുവേഷനിൽ അവരെന്താണ് ഒരുപാട് വർഷത്തോളം ചിലപ്പോ ആ മനസ്സിനെ ഇങ്ങനെ താളം തെറ്റി നടക്കുന്നവരുണ്ടാവും. അത് ചിലപ്പോ ഒരിക്കലും മാറില്ല. പിന്നെ സമൂഹം അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കുക, അത് ഭ്രാന്തനാണ് അല്ലെ. പക്ഷെ ഒരിക്കലും നമ്മൾ അറിയുന്നുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന്, നമ്മൾ ഒരിക്കലും അത് ചിന്തിക്കുന്നില്ല. അവർക്ക് എത്രത്തോളം വിഷമങ്ങള് ബുദ്ധിമുട്ടുകൾ വന്നിട്ടാണ് ആ ഒരു വ്യക്തി അങ്ങനെ ആയിരിക്കണം നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. ഒരു ഭ്രാന്തം പോകണം, അയ്യേ നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആളെന്താണ് നമ്മള് അങ്ങോട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണ് മോശം ഒരു അവസ്ഥയിലെ ആളെങ്ങനെ അങ്ങനെ നമ്മൾ നോക്കുള്ളൂ അല്ലെ, സമൂഹം അങ്ങനെ അതിന് നോക്കുള്ളൂ. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടത്, ഈ പ്രേതം ഭൂതത്തിനേക്കാൾ അപ്പുറം നമ്മളുടെ ഈ മനസ്സിനെ താളം തെറ്റി നടക്കുന്ന മനുഷ്യരില്ലേ, അതായത് ഭ്രാന്തന്മാർ, അതാണ് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അല്ലാതെ നമ്മള് മറ്റു ചിന്തകളൊക്കെ നമുക്ക് അമാനുഷികമായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് തന്നെ ചിന്തിക്കുന്നത്. എല്ലാത്തിനും കാരണം മനസ്സ് തന്നെയാണ്. അപ്പൊ ഈ ഭൂതപ്രേത പിശാചികൾ ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നതും മനസ്സിന്റെ മറ്റൊരു തലമാണ്. അതായത് അങ്ങനെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ്, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ മനസ്സിനുണ്ട്, ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഒരു കണ്ടന്റ് നമുക്കുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് മുകളിലേക്ക് വീട്ടിൽ ചാടാൻ പറ്റുമോ? പറന്ന് സീലിങ്ങിന്റെ മുകളിൽ ഇരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ എവിടെയാണ് ഈ അമാനുഷികത്വം ഉണ്ടെന്ന് പറയുന്നത്? അതൊക്കെ സിനിമയിലെ അല്ലെ. സിനിമയിൽ നമുക്ക് എന്താണ്, അതൊക്കെ എന്താണ്, ഇമാജിനേഷൻ ആണ്. ഇമാജിനേഷനിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ആവാം. ഇമാജിനേഷനിൽ നമുക്കിപ്പോ ഇന്ത്യയുടെ പ്രസിഡന്റ് ആവാം അല്ലെ. ഇമാജിനേഷനിൽ അഖിലാണ് ഇപ്പൊ ഇന്ത്യയുടെ പ്രസിഡന്റ്, അഖിലൊക്കെ വിചാരിച്ചപ്പോലെ നടന്നില്ലേ? നടക്കും, 100 വട്ടം നടക്കും. ഇപ്പൊ അതേപോലെ നല്ല ആക്ട്രസ്, എന്ത് വേണമെങ്കിലും നമുക്ക് ഭാവനയിലൂടെ നമുക്ക് എവിടെ വേണമെങ്കിൽ, ഇപ്പൊ ഏത് സിറ്റി വേണമെങ്കിലും, ഇപ്പൊ ലണ്ടനിൽ പോണോ, ഇപ്പൊ പോണെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് പോകും അല്ലെ. പോയി വന്നു തിരിച്ചെത്തി. നമ്മൾ ഇപ്പൊ ലഡാക്ക് കാണണോ, പോയി മനസ്സുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ലോകം ചുറ്റാം. പക്ഷെ അമാനുഷികം എന്ന് പറയുന്നത് മറ്റൊരു കോൺസെപ്റ്റ് ആണ്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ വിശ്വസിക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ രാത്രി പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ അനങ്ങുന്നത് കാണുമ്പോ അത് ശരിക്കും ഒന്ന് നോക്കിയാൽ മതി, അവിടെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു മനസ്സിൽ നിങ്ങൾ മാറ്റിയെടുക്കണം. ക്ലാസ് ടീച്ചർ ആയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ അത്തരത്തില് പേടി ഭയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാം. അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിനെ വിശ്വസിപ്പിക്കുക. കുട്ടികൾക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, കുട്ടികളിൽ ഈ ഒരിക്കലും ആ ബാഡ് തിങ്സ് നമ്മൾ ഒരിക്കലും അടിച്ചേൽപ്പിക്കരുത്. യെസ്, അപ്പൊ ഈ സൈക്കോളജി എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇതൊന്നുമല്ല, ഇനി തുടങ്ങുന്നതിനനുസരിച്ച് കുറെ കാര്യങ്ങളിലേക്ക് പോകും. പിന്നെ പാരാസൈക്കോളജി വരുമ്പോൾ വേറൊരു രീതിയിലാവും. അങ്ങനെയൊക്കെ നമ്മൾ പല രീതിയിൽ വർത്തമാനങ്ങളൊക്കെ ഇത് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ അത്യാവശ്യം എന്തെങ്കിലും മനസ്സിനൊരു ധൈര്യം കിട്ടിയിട്ടുണ്ടോ? ഒരു പേടി ഒന്ന് പോയതുപോലെ തോന്നുന്നുണ്ടോ? ഉണ്ട് മാം. ആ, ഇനി അപ്പൊ വാഴനെ കണ്ട പേടിക്കോ? ചിലപ്പോ അപ്പോഴത്തെ സിറ്റുവേഷൻ പോലെ ഇരിക്കും. ഓക്കെ, ഇതിപ്പൊ പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ പ്രേതത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, വാഴ അനങ്ങുന്നത്, രാത്രി ആരും ഇല്ലാത്തത്, ഭ്രാന്തന്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും കേട്ടോ. നിങ്ങൾ ഇത് എപ്പോ ആലോചിക്കും? നീ ഇതെല്ലാം രാത്രി രാത്രി ഇതൊക്കെ വരും. കാര്യം പേടിച്ച് പേടിച്ച് ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ചിലപ്പോ വരും, നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം പോലെ ഇരിക്കും. നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പേടിയില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾ രാത്രി ചിന്തിക്കും. നിങ്ങളുടെ മനസ്സ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. ഈ പ്രേതം വരും, ഭൂതം വരും, പിശാച് വരും. രാത്രി നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന രീതിയിലൊക്കെ ചിലപ്പോൾ സ്വപ്നം കണ്ടെന്നിരിക്കും. ഓക്കെ,
അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഒന്ന് പറയണം കേട്ടോ. നാളെ തന്നെ നമ്മുടെ ക്ലാസ് ഒക്കെ അല്ലേ, നാളെ പറയാം. അങ്ങനെ എന്തെങ്കിലും പേടിയായിട്ടും ഇത്തരം കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട് രാത്രി എന്തെങ്കിലും നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവുമെങ്കിൽ. യെസ്, പേടിയില്ലാത്തവരാരാണ് അല്ലേ? ഇത്രേ എല്ലാവർക്കും പേടിയുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത കുറെ പേടികളുണ്ട്. അതിന്റെ കാര്യമേ ഇല്ല. ഒരു ഉറക്കം പോയി കിട്ടും. ഇന്നത്തെ ഒരു ഉറക്കം പോയല്ലേ നിങ്ങളുടെ? എന്തിനു പേടിക്കുന്നു? ഒന്നുമില്ല, പേടിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. നമ്മള് കണ്ണടച്ചിരിക്കുമ്പോ തോന്നും കണ്ണിന്റെ മുമ്പിൽ എന്തോ ഉണ്ടെന്ന് തോന്നാറില്ലേ? ഉറങ്ങുന്ന സമയത്ത് എന്റെ മുമ്പിൽ എന്തോ വന്ന് നിൽപ്പുണ്ടെന്ന് തോന്നാറുണ്ടോ? തോന്നാറുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ. ഞാൻ കണ്ണ് തുറക്കാൻ അടച്ചു പിടിച്ചിരിക്കും. നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഇതിനെ പറ്റിയിട്ട് എനിക്കുണ്ടായ അനുഭവം അല്ല, എന്റെ വീട്ടിലുണ്ടായ ഒരു അനുഭവം പറയാണ്ട്. പറഞ്ഞോ. എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ വൈഫ് ഉണ്ട്. ഇതുപോലെ ഞങ്ങളെ വീട്ടിലിരിക്കുമ്പോ പകല് ഈ സമയത്ത് ഇങ്ങനെ പേടിപ്പിക്കുന്ന തരത്തിൽ പറയല്ലേ, ഓപ്പണായിട്ട് പറ. ഓക്കെ. അത് ഹസ്ബൻഡിന്റെ ചേച്ചിയാണ്. അപ്പൊ ചേച്ചി എന്താണ് റൂമിൽ ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്ക് എന്തോ എടുക്കാൻ വേണ്ടി പോയപ്പോ പെട്ടെന്ന് ബാക്കിൽ ഒരാള് പോലെ ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വന്ന് കരയായിരുന്നു ഒരു ദിവസം. അപ്പൊ കരഞ്ഞു എന്നിട്ട് ആളെ വീട്ടിൽ നിന്ന് ആള് വന്ന് എന്നെ കൂട്ടി കൊണ്ടുപോയി. ഇവിടെ ഭയങ്കര എന്തോ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആള് പേടിച്ചതല്ല, ആളെ മനസ്സിലെന്തോ തോന്നിയതാണ്. പെട്ടെന്ന് കരയായിരുന്നു. തോന്നിയതാണ്. അത് പറഞ്ഞു മനസ്സിലാക്കട്ടെ. തോന്നിയത് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ലെന്ന് നിങ്ങളങ്ങ് ഉൾക്കൊണ്ടാ തീരാവുന്ന പ്രശ്നമുള്ളൂ. നിങ്ങളിപ്പോ ഈ റീസെന്റ്ലി ഇറങ്ങിയ ഒരു സിനിമ ഉണ്ടായിരുന്നു, ഭാവനയുടെ ഹണ്ട് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിരുന്നോ? റോഷന് കണ്ടാണ്. അതില് ഭാവന മോർച്ചയുടെ അകത്ത് കയറുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു കയറുന്നതിന് മുമ്പ് അവിടെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ? നെഗറ്റീവ് എനർജി കൂടുതലുള്ളതുകൊണ്ട് അവിടെ ആരും വരാറില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ് ഭാവനയുടെ ഉള്ളിൽ അവർ കയറുന്നതിന് മുമ്പായിട്ട്, മോർച്ചയുടെ അകത്ത് കയറുന്നതിന് മുമ്പ് എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞ ഈ കോൺസെപ്റ്റ് ഉള്ളിലുണ്ട്, നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടെന്ന്. പക്ഷെ അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആളകത്തേക്ക് കയറിയത്. മോർച്ചയുടെ അകത്ത് ഒറ്റയ്ക്കാണ് കയറിയത്. ആ നെഗറ്റീവ് എനർജി ഉള്ളത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ആ കുട്ടി ചിന്തിച്ചത് കൊണ്ടാണ് ബാക്കി എല്ലാവരും അവിടെ അനങ്ങുന്നത്, മീറ്റർ അനങ്ങുന്നത്, അല്ലെങ്കിൽ അവിടെ ആരോ ഉണ്ടെന്ന് തോന്നലുണ്ടായത്. അല്ലാതെ പോസിറ്റീവായിട്ട് അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കയറുകയാണെങ്കിലോ ഒന്നും ഉണ്ടാവില്ല. ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു തോട്ട് ഉള്ളിൽ വന്നു, മനസ്സങ്ങനെ ചിന്തിച്ചു, അതിനകത്ത് എന്തോ ഉണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടാണ് പോവേണ്ടത്. നമ്മൾ നെഗറ്റീവായിട്ട് എന്ത് തീരുമാനിക്കുന്നു, നെഗറ്റീവായിട്ട് നടക്കുള്ളൂ. നമ്മളുടെ ഉള്ളിൽ നിന്ന് ആ നെഗറ്റീവ് തോട്ട് കഴിഞ്ഞ് പോസിറ്റീവായിട്ട് വിചാരിക്കുകയാണെങ്കിൽ എന്താണ്? ഇപ്പൊ ഭാവന വളരെ ധൈര്യത്തോടെയാണ് കയറുകയാണെങ്കിൽ അവിടെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് മനസ്സിന്റെ ഒരു തോന്നൽ. പക്ഷെ ആ സിനിമയിലെ പ്രേതമുള്ള രീതിയിലാണ് കാണിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. അതിൽ തന്നെ പറയുന്നുണ്ട്, ആള് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് അതിന്റെ അകത്ത് കയറിയപ്പോഴും അതിന്റെ അകത്ത് ആരോ ഉണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു ശക്തി ഉണ്ടെന്നാണ് കുട്ടിക്ക് തോന്നിയത്. ഓക്കെ, അങ്ങനെയൊക്കെ കുറെ സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇന്ന് കാണാൻ ധൈര്യമൊക്കെ കുറച്ച് അങ്ങനെ പറയുന്നത്. സിറ്റിയിലെ അതൊരു കൊലപാതകമല്ലടോ, അതിലൊന്നും ഇല്ലല്ലോ. ഈ വീടിന്റെ മുകളിൽ ഓടയിൽ കൂടെ ചാടി പുറത്തേക്ക് ചാടി എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലേ? അത് ഞാൻ ശ്രദ്ധിക്കാനായിട്ട് അങ്ങനെയൊന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞില്ലേ, നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ പ്രേതത്തിന്റെ നാടനെ ഇതിനൊക്കെ കണ്ടിട്ടുണ്ടോ നമ്മള്? ഒരു കാര്യം ചോദിക്കട്ടെ? ഞങ്ങൾക്ക് ചിലർക്ക് എനിക്ക് പേടി അറിഞ്ഞതില്ല, പക്ഷെ പേടിയില്ല ആകെ ഒരു ജീവി എന്ന് പറഞ്ഞാൽ പുഴുവില്ലേ, അതിന് മാത്രമേ പേടിയുള്ളൂ. ബാക്കി ഒരു രാത്രി എങ്ങോട്ട് യാത്ര ചെയ്യും, ഇരുട്ടത്ത് എന്തും ചെയ്യും. പക്ഷെ ഈ ഇങ്ങനെ നമുക്കിങ്ങനെ ചൊറിയുന്നൊരു പുഴുണ്ടല്ലോ, അതിന് കണ്ടെന്റെ ബോധം വരെ പോകും. ഞാൻ ആകെ തണുത്ത് വിറച്ച് നിൽക്കും. പാമ്പിനെ ഒരു പേടി അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ആകെ പേടിയില്ല സാധനം എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. അത് കൊറേ എന്നെ മാറ്റാൻ നോക്കി, പക്ഷെ മാറിയിട്ടില്ല. പേടിക്കണ്ട, അതിനൊന്നും ചികിത്സിക്കുന്ന കാര്യമൊന്നുമില്ല, തന്നെ മാറിക്കോളും കേട്ടോ. പക്ഷെ അതിനെ അവിടെ കണ്ട ഞാൻ പിന്നെ പരിസരത്തേക്ക് ഇറങ്ങില്ല. ഞാൻ രാധങ്ങളുടെ മുറ്റത്ത് ഒരു ചെടി ഉണ്ട്, അതിന് എപ്പോഴും കാണാം വെള്ള കളറ്. ആ ചൂടുകാലത്ത് ആ കാലം ഞാൻ പുറത്തോട്ടേ ഇറങ്ങില്ല. പേടിയാ, ഭയങ്കര പേടിയാ. ആ ഒരു കാര്യത്തിന് ഭയങ്കര പേടി. കുഴപ്പമില്ല, അതൊന്നും സാധാരണ ഒരു പേടിയായിട്ട് എടുത്താൽ മതി. അല്ലാതെ വേറെ അമാനുഷികമായിട്ടുള്ള പേടികളൊന്നും ഇല്ലല്ലോ.
ഏയ് എവിടേക്കും പോകും, രാത്രി എന്തും ചെയ്യും, പനിയാൻ നിൽക്കും വീട്ടില്, അങ്ങനത്തെ പേടി കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ എന്തോ ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ കണ്ണ് തുറക്കില്ല, കണ്ണടച്ച് തന്നെ പിടിക്കും അല്ലെ. ഇപ്പൊ മാം പറഞ്ഞ വായന്റെ ഒരു കൂട്ടം. കണ്ണ് തുറക്കാൻ ആർക്കൊക്കെ ധൈര്യമുണ്ട്? എന്റെ മുമ്പിൽ എന്തോ ഉണ്ട്, കണ്ണ് തുറക്കണോ എന്നുള്ളൊരു പേടിയായി. പക്ഷെ നമ്മള് ഇപ്പൊ സ്വപ്നത്തിൽ നമ്മൾ എങ്ങനെയായിരുന്നു നെറ്റി ഉണരുന്നത്? നെറ്റി ഉണരുന്നത് എന്താണ്? നമ്മള് കൊല്ലാൻ പോണ ആരും കൊല്ലം ഞെക്കിപ്പൊ കൊല്ലുമെന്ന് വിചാരിക്കുമ്പോ എന്നെ കൊല്ലല്ലേ എന്നുള്ള കോൺസെപ്റ്റിൽ നമുക്ക് പെട്ടെന്ന് എന്താണ് കണ്ണ് അല്ലെ. അപ്പൊ നമുക്കറിയാം, നമുക്ക് അവിടെ ബോധ മനസ്സ് അവിടെ ഇല്ലാതൊന്നുമില്ല. നമ്മൾ ആ സിറ്റുവേഷൻസിലുള്ള ആ സ്വപ്നം കാണുന്നത് ആരാണ്? അതും മനസ്സിന്റെ, ഈ മനസ്സെന്ന് പറയുന്ന സാധനം നല്ലൊരാളൊന്നുമല്ല കേട്ടോ. പല രീതിയിൽ നമ്മളെ ചീത്താക്കുന്ന ഒരാളാണ് മനസ്സെന്ന് പറയുന്നത്. പക്ഷെ നല്ലതും ചീത്തയൊക്കെ മിക്സ്ഡ് ആണ് അതിന്. ഓക്കെ, സ്വപ്നത്തില് നമ്മൾ എന്തൊക്കെ കാണാറുണ്ട്? നമ്മള് ഇല്ലാത്ത കാര്യങ്ങൾ വരെയും കാണാറുണ്ട് അല്ലെ. 10 തലയുള്ള മനുഷ്യനെയൊക്കെ കാണുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒന്നുമില്ല. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളൊന്നും വിശ്വസിക്കരുത്. ഓക്കെ, നിങ്ങൾ നമ്മള് ഇതായിട്ട് പറഞ്ഞില്ലേ, പലർക്കും പല വിശ്വാസങ്ങൾ ഉണ്ടാവും, നിങ്ങൾ അതിനനുസരിച്ച് വിശ്വസിച്ചു. പക്ഷെ ഈ ഇത്തരത്തിലുള്ള കോൺസെപ്റ്റ് സൈക്കോളജി എന്നുള്ള ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ബ്രാഞ്ചസ് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും ഇതാണ് സത്യം. അപ്പൊ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മുടെ റിയൽ സിറ്റുവേഷൻ ആണ് നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ മനസ്സുകൊണ്ടാണ് റിയൽ ലൈഫ് ജീവിക്കുന്നത് അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ സൈക്കോളജി എന്താണെന്നും ചൈൽഡ് സൈക്കോളജി എന്താണെന്ന് പറയുന്നത്. അതിനപ്പുറത്തെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അതിനപ്പുറത്തുള്ള കാര്യം ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്താത്ത കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. പക്ഷെ അതെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് മൊത്തത്തിലുള്ള ഒരു അവബോധം ഉണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും. യെസ്, ഗോവർണ മിസ് വന്നില്ല, ക്ലാസ് ഇത്രയും പോയി. ക്ലാസ് എടുക്കാൻ നിന്ന് നോക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. നാളെ അല്ലേ നിങ്ങൾക്ക്? നോക്കിയിട്ടുണ്ടായില്ല. എനിക്കിന്ന് പീരീഡും ഇല്ല, ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. പക്ഷെ വന്ന് എടുക്കാൻ പറഞ്ഞു, കയറി. പിന്നെ ഇങ്ങനെ പറയണമെന്നായിരിക്കും അല്ലെ. മാമിന് ക്ലാസ് ഇല്ലല്ലോ, ഫ്രീ അല്ലേ? മാമിന് ഇന്ന് ക്ലാസ് ഇല്ലല്ലോ, ഇതിപ്പോ കഴിഞ്ഞിട്ട്. ഇത് കഴിഞ്ഞ ക്ലാസ്സില്ല, പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടണം, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അല്ല, എനിക്ക് എടുക്കില്ലേ, മരിച്ചു പോകുന്നുള്ള ആ ഒരു പേടിയില് ഓർക്കില്ലാതാവുന്നുണ്ട്. അത് ചില സമയത്ത് ചെറിയൊരു നെഞ്ഞുവേദന പോലെ, ചിലപ്പോ അത് ഗ്യാസിന്റെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ ഒന്ന് തോന്നിയെങ്കിൽ പിന്നെ അന്ന് ഫുൾ ഓർക്കില്ല. പിന്നെ ഹാർട്ട് ബീറ്റ് കൂടുന്നത് പോലെയും നെഞ്ഞുവേദന നല്ലോണം നടക്കല്ലോ തോന്നും. മനസ്സിലായോ? അത് ആരാണ് പറയുന്നത്? ഫാത്തിമ. ഫാത്തിമക്ക് പേടിയാണ്, അതാണ് പ്രശ്നം. അല്ല, പ്രേതത്തിന് അങ്ങനെയൊന്നും അധികം പേടിയില്ല. പ്രേതത്തിനല്ല പേടി, ഓൾറെഡി ഒരു പേടിയുണ്ട്, ഫിയർ ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് ശ്വാസം ഭയങ്കരമായിട്ട് കൂടുന്നതും ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുന്ന പോലെ തോന്നും. പിന്നെ ഉറങ്ങാനേ പറ്റൂല രാത്രി. അങ്ങനെയൊക്കെ തോന്നലല്ലേ? പേടിയാടോ. എനിക്ക് എന്തിനാ അത്ര പേടി? അറിയില്ല. പേടിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ, ഒരു കാര്യമില്ല. പേടിക്കുന്നല്ല, എല്ലാ സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകും. നമുക്ക് ചിലപ്പോ കിടക്കുന്ന ഒരു വേദന വന്നായോ അറ്റാക്കാണ്, ഇപ്പൊ ഞാൻ മരിച്ചു പോകുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് അപ്പൊ തന്നെ വരും അല്ലെ. അങ്ങനെ ചിന്തിച്ച് അറ്റാക്കാണ്, കൈ പൊക്കി വെക്കും, അനങ്ങണില്ല, അയ്യോ അന്ന് ഉറപ്പിച്ചു. പിന്നെ ഫുൾ അങ്ങനെ ഒന്ന് തുടങ്ങിയ പിന്നെ ബോഡി ഫുള്ള് പെയിൻ പോലെ തോന്നും. കുറച്ചു നേരം നമ്മൾ എഴുന്നേറ്റ് നടന്ന് വെള്ളമൊക്കെ കുടിച്ച് കുറെ കഴിയുമ്പോൾ മനസ്സ് ശാന്തമാകുമ്പോൾ തനിയെ കിടന്ന് ഉറങ്ങിപ്പോകും അല്ലെ. അപ്പൊ മനസ്സിന് നമ്മൾ മനസ്സിലാക്കാനും പറ്റും, പേടിപ്പിക്കാനും പറ്റും, സമാധാനമായിട്ട് കിടത്തി ഉറക്കാനും പറ്റും. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? മനസ്സാണ് അല്ലെ. നല്ലൊരു ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ മനസ്സ് എന്ത് സുഖമായിട്ടാണ് നമ്മളോട് ഇരിക്കണല്ലേ. ചിരിക്കാനൊക്കെ പൊട്ടിച്ചിരിക്കാനൊക്കെ ഭയങ്കര അത്രയും വിഷമിച്ച് കരയുകയും ചെയ്യും നമ്മളല്ലേ. നമ്മള് ഭയങ്കരമായിട്ട് കരയാറില്ലേ? ഏറ്റവും സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടാകുമ്പോ തേഞ്ഞ് ഉറക്കിയൊക്കെ എവിടെയെങ്കിലൊക്കെ മാറി ഇന്ന് കരയാറുണ്ട്. കരയാറുണ്ടല്ലോ അല്ലേ? ഉണ്ട്. നല്ലോണം ഓപ്പൺ ആയിട്ട് നമ്മൾ കരയും. കുറെ കരഞ്ഞു കഴിയുമ്പോ സമാധാനം കിട്ടും. കരയിപ്പിച്ചത് ആരാണോ? മനസ്സ് തന്നെ ഞങ്ങള് എല്ലാ ഫീലിങ്സും കൊണ്ട് നമ്മളെ മുറുക്കിപ്പിച്ചാണ് കരയിപ്പിക്കുക. ആ വിഷമങ്ങൾ കംപ്ലീറ്റ്ലി കുറെ കരഞ്ഞു കഴിയുമ്പോൾ ഒരു ആശ്വാസം ഉണ്ട്. പിന്നെ അങ്ങ് നമുക്ക് കൂളായി. ഇടയ്ക്കൊക്കെ ഒന്ന് കരയുന്നത് നല്ലതാണ്, ഒരു പ്രശ്നമില്ല. നമുക്കൊന്ന് റിലീഫ് കിട്ടും. കരയാൻ തോന്നുമ്പോ കരഞ്ഞോളൂ, ചിരിക്കാൻ തോന്നുമ്പോ ചിരിച്ചോളൂ. പേടി മാത്രം ഒന്ന് മാറ്റിയെടുക്കുക. പേടി വേണ്ട, അത് നമുക്കില്ലാത്തൊരു ആവശ്യമില്ലാത്തൊരു ഒരു ഇമോഷനാണത്. പക്ഷെ വേണ്ടടുത്ത് വേണം കേട്ടോ. ചില കാര്യങ്ങളിലൊക്കെ വേണം, പക്ഷെ ആവശ്യമില്ലാതെ പേടിക്കുന്നത് അത് വേണ്ട. പ്രത്യേകിച്ച് നിങ്ങൾ ടീച്ചർ, നിങ്ങള് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്തത്തിലേക്ക് പോയിരുന്നില്ല. അധ്യാപകർ എന്ന് പറയുന്ന ചെറിയൊരു ജോലിയല്ല. ഓക്കെ, അപ്പൊ
പേടി എന്നുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പക്ഷെ MT9 പേടി ഇല്ലാത്ത കുറെ പേരുണ്ട് കേട്ടോ. നല്ല ചങ്കുറപ്പുള്ളവരുണ്ട് അല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ സിനിമ കാണൂലേ നമ്മള്, അതിൽ ഈ വില്ലൻ റോള് ചെയ്യുമ്പോ ഈ ആക്ഷൻ വരുമ്പോ ഈ കത്തിയെടുത്ത് കുത്തുന്ന ഒരു ഇതുണ്ടല്ലോ, ബ്ലഡ് പോലെ. അത് കാണുമ്പോ എനിക്ക് ഭയങ്കര ഇതാ, ചോര കാണുമ്പോ ഭയങ്കര ഇതല്ല പേടി. പേടി. ഞാൻ എങ്ങനെ വരുമ്പോ ഒന്നിക്കലും അത് സ്പീഡാക്കും അല്ലെങ്കിൽ കണ്ണടച്ചിരിക്കും. നീ മാർക്കോ സിനിമ ഒക്കെ കണ്ടിരുന്നോ? മാർക്കോ? ഇല്ല കാണാനുള്ളത് അയ്യോ ഇല്ല മിസ്സേ, വീട്ടിൽ ഇട്ടിട്ട് പോലും ഞാൻ കണ്ടില്ല. മൃദുല ഹൃദയങ്ങളാണ് അപ്പൊ നിങ്ങളുടെ മനസ്സിന് കട്ടി കുറവാണ്. ശരിയായിക്കോളൂ കേട്ടോ. പക്ഷെ ഈ പേടി എന്നുള്ള വികാരത്തിന് ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവരാം. അതിന് ഡിഫൻസ് മെക്കാനിസം പഠിച്ചതല്ലേ നിങ്ങള്? അതെ മാം. എന്നിട്ടാണ് ഇങ്ങനെ ഡിഫൻസ് മെക്കാനിസം പഠിച്ചിട്ട് മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. ആരാണ് എടുത്തത്? ശുഭ്രിസാണോ? ആതിര മാം. മിസ് അശ്വതി സോറി മാം, അശ്വതി മിസ് എടുത്തത്. ഡിഫൻസ് മെക്കാനിസം വളരെ രസകരമായിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. ഞാൻ മൊത്തം കൺഫ്യൂഷനാ മാം എല്ലാം കൂടെ. മനസ്സിലായില്ല ഇപ്പോഴും ഡിഫൻസ് മെക്കാനിസം? അതല്ല മിസ്സേ, അതിന് ഒരുപാട് ഭാഗങ്ങൾ പറഞ്ഞു തന്നല്ലോ. ഒത്തിരി പഠിക്കാനുള്ളതുകൊണ്ട് അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് മാറിപ്പോവും. അതെ, നിങ്ങൾ എക്സാമ്പിളിലൂടെ അല്ലേ പഠിച്ചത്? എക്സാമ്പിൾ തന്നിട്ടാണ് പഠിച്ചത്. അതെ മിസ്, എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു തന്ന് നല്ല അടിപൊളിയായിട്ടാ പഠിപ്പിച്ചത്. അസൈൻമെന്റിലും എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്തായിരുന്നു. മിസ് നല്ല സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ഡിഫൻസ് മെക്കാനിസം. നല്ല സിമ്പിൾ ചാപ്റ്റർ ഡിഫൻസ് മെക്കാനിസം. സിമ്പിൾ ചാപ്റ്റർ ആണ്. നമ്മുടെ മനസ്സ് ഡിഫെൻഡ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് അതിൽ പഠിച്ചിരിക്കുന്നത്. അതും കംപ്ലീറ്റ്ലി എന്താണ്, മനസ്സിന്റെ തന്ത്രങ്ങളാണ് അല്ലെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ആ തന്ത്രങ്ങൾ 12 നമ്മൾ പഠിച്ചിട്ടുണ്ട്. 12 നമ്മൾക്ക് ഉണ്ട് അല്ലെ? നമുക്ക് മനസ്സിലായില്ല? അത് റിയൽ സിറ്റുവേഷനിൽ നമ്മ പല സിറ്റുവേഷൻസിനും മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് എന്താ ഡിഫൻസ് മെക്കാനിസം. മനസ്സാണ് അത് ഉപയോഗിക്കുന്നത്. യെസ്. അപ്പൊ ഇതൊക്കെ റിലേറ്റഡ് ആണ്. അത് പഠിച്ചിട്ട് നിങ്ങൾ ഈ പേടി ഉണ്ടെന്ന് പറഞ്ഞതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അത് ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല, അതായിരിക്കും, കുഴപ്പമില്ല. ഓക്കെ, നമുക്കത് ഈ ചാപ്റ്ററിൽ അത് ഉൾപ്പെടുത്താം. ഓക്കെ, സമയം കഴിഞ്ഞല്ലോ. സൈൻ ഔട്ട് ആരാണ്? ഓക്കെ, ഞാൻ പറയാം. Good morning, ma'am and my dear friends. Thank you so much, ma'am, for the wonderful class today. We really enjoyed the way you explained everything so clearly and made the lesson interesting and easy to understand. Your energy and the way you involve us in the class makes learning fun. We also look forward to your section and appreciate the effort you put into teaching us. Thank you for helping us learn and grow every day. Okay, very funny questions. Why did the student bring a ladder to school? Parayoo. Why did the student bring a ladder to school? ഉയരങ്ങളിലെത്താൻ. എന്താ ചെയ്യാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞ? Because she wanted to go to high school. ഞാൻ നിങ്ങൾ തയ്യാറാക്കും. നല്ല രസമുണ്ട്. കഴിഞ്ഞോ? കഴിഞ്ഞു മാം, ഒരെണ്ണം ടൈം കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. താങ്ക് യു.